നമുക്ക് ഈ വാക്യത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്നത് 24-ാം അധ്യായമാണ്. പുതിയ നിയമത്തിൽ 3 അധ്യായങ്ങളെ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവ യഥാക്രമം മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിന്റെ സുവിശേഷം 13, ലൂക്കോസിന്റെ സുവിശേഷം 21. ഈ 3 അധ്യായങ്ങളെ വേദപുസ്തക ഭാഷയിൽ യഹൂദീയ അധ്യായങ്ങൾ എന്നും യഹൂദന്റെ മുപ്പിരിച്ചരട് എന്നും അവരെ നാമത്തിൽ അറിയപ്പെടാറുണ്ട്. ഈ അധ്യായങ്ങളിലും പഴയ പുതിയ നിയമങ്ങളുടെ നിരവധി പേജുകളിൽ ചിതറി വിതറി കിടക്കുന്ന 150 ലക്ഷണങ്ങളാണ് കർത്താവിന്റെ വരവിന് മുൻപ് നടക്കേണ്ടത്. അതിൽ സഭയിൽ നടക്കുന്ന ലക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട കുറേ ലക്ഷണങ്ങളുണ്ട്. ഒരു 30-ലേറെ ലക്ഷണങ്ങളുണ്ട്. അതുപോലെ സഭയിലുള്ളവരോടും പുറത്തുള്ളവരോടും ഒരുപോലെ പറയാൻ കഴിയുന്ന കുറേ ലക്ഷണങ്ങളുണ്ട്. അതിൽ ഒരു ലക്ഷണമാണ് ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നത്. സഭയിൽ ഉള്ളവരോടും പുറത്തുള്ളവരോടും ഒരുപോലെ പറയാൻ കഴിയുന്ന ഒരു ലക്ഷണം. ശാന്തമായിട്ട് പറയുന്നത് കൊണ്ട് ഉറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ടല്ലോ എന്ന് കരുതിയാൽ തെറ്റു പറയാനില്ല. നിങ്ങളെ ഉണർത്താൻ വേണ്ടി യാന്ത്രികമായി ഒരു കാര്യവും ചെയ്യുവാൻ ഞാൻ പരിശ്രമിക്കുന്നതല്ല. നിങ്ങൾ ഉറങ്ങുന്നെങ്കിൽ സന്തോഷം, കാരണം ഇവിടെയെങ്കിലും സമാധാനത്തിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതിൽ ദൈവത്തിന് ഇഷ്ടം. സമാധാനം ഉള്ളവരല്ലേ ഉറങ്ങുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങും സമാധാനമില്ലെങ്കിലും യോഗം കേൾക്കാൻ നേരത്തൊരു സമാധാനമുണ്ട് എന്നുള്ളതിന് ഒരു സന്തോഷം. 6 മണിക്കും 7 മണിക്കൊക്കെ ഉറങ്ങുന്ന ഈ ശീലം അത്ര നല്ലതല്ല എന്നും കൂടെ പറഞ്ഞ് നമുക്ക് വചനത്തിലേക്ക് വരാം. എന്താണ് ഈ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും എന്നാണ്. അവിടെ 2 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 കാര്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നും അനുമാനിച്ച് എടുക്കുന്നതാണ്. അവ രണ്ടും 4 കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ പ്രസംഗത്തിന് കുത്തിടും. ഒന്നാമത്തെ കാര്യം, നോഹയെക്കുറിച്ച് അറിയാമല്ലോ. പണ്ടൊരു നോഹയപ്പൂപ്പൻ ഉണ്ടായിരുന്നു. സൺഡേ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? നോഹയപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അബ്രഹാമിനെയും നോഹ അപ്പൂപ്പനെയും ഒക്കെ നമ്മളിങ്ങനെ കഥ പറഞ്ഞാണ് പിള്ളേരെ കൊണ്ട് പഠിപ്പിക്കുക. നമുക്കിപ്പോൾ അവരൊന്നും വലിയ കഥാപാത്രങ്ങളല്ല. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന് പിള്ളേരോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിനക്കെന്താണ് ആഗ്രഹം? ഒരു കുട്ടി ചാടി പറഞ്ഞു, അബ്രഹാമിൻ്റെയും നോഹയുടെയും താടികൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു ഊഞ്ഞാലാടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹമുണ്ട്. കാരണം സഭയിൽ വന്ന കാലം മുതലേ കേൾക്കുന്നതാണ് ഈ അപ്പൂപ്പന്മാരുടെ താടിയുടെ നീളം. സൺഡേ സ്കൂളിന് ശേഷം ഇതേ ചോദ്യം സഭയിൽ പാസ്റ്റർ ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? ആരും മിണ്ടുന്നില്ല. ഒടുവിൽ പാസ്റ്റർ ചോദിച്ചു, പറയൂ കേൾക്കട്ടെ. ഒരച്ചായം പറഞ്ഞു, ആദ്യം ചെല്ലൂന്ന് നോക്കട്ടെ പാസ്റ്റർ, പിന്നെ വേണ്ടേ ഊഞ്ഞാലാട്. കുട്ടികൾ സ്വർഗത്തിലെത്തി ഊഞ്ഞാലാടാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ യൂത്തൊക്കെ അവിടെ കയറിക്കഴിഞ്ഞു. മൂത്തവർ ഇതുവരെ കയറണമെന്ന് തീരുമാനമെടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഈ നോഹയുടെ കാലഘട്ടം. ഗംഭീരമാണത്. അത് പ്രസംഗിക്കാൻ ഒട്ടേറെ സമയങ്ങൾ വേണമെങ്കിലും നമുക്കത് ചുരുക്കമായിട്ടും പ്രസംഗിക്കാം, കുഴപ്പമൊന്നുമില്ല. പ്രസംഗം ചുരുക്കി നീട്ടിയൊക്കെ പറയാമല്ലോ. ചുരുക്കം. ഒരു 500 വയസ്സായപ്പോൾ 5-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ നോഹയുടെ പ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ സംഭവം ഇവിടെ നടക്കുകയാണ്. നടക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഭൂമിയിൽ നടക്കും. അപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് ഭയങ്കര സങ്കടമായി. ഇങ്ങനെയൊക്കെയാണോ ആളുകൾ ഭൂമിയിൽ ജീവിക്കുന്നത്? ഞാൻ അവരെ നശിപ്പിക്കാതിരിക്കുവാൻ ശ്രമിച്ചതാണെങ്കിലും ഇത് തുടരാനൊക്കില്ല, അതുകൊണ്ട് നശിപ്പിക്കാൻ പോവുക. അങ്ങനെ ഒരു ജലപ്രളയം കൊണ്ടുവരികയും ആ ജലപ്രളയത്തിലൂടെ അരരാത്ത പർവ്വതം വരെ വെള്ളം മൂടുകയും ഒരു പുതിയ റീപ്ലനിഷ് വീണ്ടും നിറയുവാനുള്ള ഒരവസരം ദൈവം കൊടുക്കുകയും ചെയ്തു.
ഏകദേശം 100-ലധികം വർഷം അദ്ദേഹം പ്രസംഗിച്ചു എന്നാണ് ചില ചിന്തകന്മാർ കണക്കുകൾ കൂട്ടി പറയുന്നത്. തെറ്റാൻ ഇടയില്ല. 1 വർഷവും 1 മാസത്തിലേറെയും പെട്ടകത്തിനകത്ത് ഇരുന്നു എന്നുള്ളതും തെറ്റാനിടയില്ല. ചില ആളുകൾ അന്ധമായി വിശ്വസിക്കുന്നത് 40 ദിവസമേ പെട്ടകത്തിൽ ഇരുന്നുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമല്ല. 1 വർഷത്തിലേറെ 500-ാമത്തെ വയസ്സിൽ ഉണ്ടാകുന്നു. 600-ാമത്തെ വയസ്സിൽ ഈ പ്രസംഗം നിർത്തിയിട്ട് പ്രളയം ഉണ്ടാകുക. 601-ാം സംവത്സരമാണ് അദ്ദേഹം പിന്നെ വരുന്നത്. അപ്പോൾ 1 വർഷം 1 മാസം ഒരു പെട്ടകത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല. അതിനെ നമുക്ക് പെട്ടെന്ന് പ്രസംഗിച്ചൊന്നും വിടാനും നോക്കുന്ന കാര്യമൊന്നും വളരെ പ്രശ്നം. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട്. എല്ലാം കൂടെ പറയാൻ സമയം പോരല്ലേ. 1 വർഷം 1 മാസം ഒരു മുറിക്കകത്ത് 8 പേരൊക്കെ കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ ഇവിടെ 3 മണിക്കൂർ ഇരിക്കുമ്പോഴുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഈ 1 വർഷക്കൊരു മുറിക്കകത്ത് അത് 8 പേരെന്ന് ചുമ്മാ പറയുന്നല്ല. നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കണം. അവിടെ നോഹയുണ്ട്, കുടുംബമുണ്ട്, 3 മക്കളും അവരുടെ ഭാര്യമാരും ഉണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ നോട്ടത്തിൽ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും 3 മരുമക്കൾ അവിടെയുണ്ട്. അതൊരു സത്യമാണ്. ഒരമ്മായിയമ്മയും അവിടെയുണ്ട്. ഇനി ബാക്കി നിങ്ങൾ ചിന്തിക്കും. 3 മരുമക്കളും ഒരു അമ്മായിയമ്മയും കൂടെ ഒരു മുറിക്കകത്ത് 1 കൊല്ലം ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തയിലേക്ക് നമുക്ക് വരാം. ഈ സംഭവത്തെ ആണ് ഇവിടെ പറയുന്നത്. നോഹയുടെ കാലം ഒരു സിമ്പലാണ്, ഒരടയാളമാണ്. അതേപോലെ ഒന്നിനോടൊന്ന് സാദൃശ്യം ചൊന്നാൽ ഉപമയാമതെന്ന് പറയുന്ന പോലെ അതുപോലെ ഒരു കാലം യേശുവിൻ്റെ വരവിന് മുൻപ് ഉണ്ടാകും. എന്താണ് ആ കാര്യങ്ങൾ? 1, അവിടെ വായിക്കുന്നൊരു പദം ഇതാണ്: തിന്നും കുടിച്ചും. മറ്റു ചില ആശയങ്ങളൂടെ പങ്കുവെക്കുമ്പോൾ വിറ്റും നട്ടും എന്നും കൂടെ ചേർത്ത് വെക്കാം. അപ്പൊ തിന്നും കുടിച്ചും വിറ്റും നട്ടും പോരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം. അതിന്നുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. ഉണ്ടല്ലോ. 2, വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇത് സഭയ്ക്കകത്തളങ്ങളിലാണ് ശക്തമായിട്ട് പറയേണ്ടതെങ്കിലും പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടി വരുന്നുകൊണ്ട് പറയുകയാണ്. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. അതാണ് മാരകമായ പ്രശ്നം. അതായിരുന്നു ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. അതൊരു പ്രശ്നമായി. അത് ഈ കാലങ്ങളിൽ സംഭവിക്കുന്നുണ്ടോ നോക്കണം. 3-ാമത്തെ കാര്യം പഴയമത്തിൽ നിന്നാണ് എടുക്കുന്നത്. പുതിയമത്തിൽ അതങ്ങനെ അക്ഷരപ്രകാരം രേഖപ്പെടുത്തിയിട്ടില്ല. 1, നോഹയുടെ പ്രസംഗം എല്ലാവരും കേട്ടെങ്കിലും ഒരാളും അത് അംഗീകരിച്ചില്ല. നമ്മളൊക്കെ എത്ര കൊല്ലമായി ഇവിടെ പ്രസംഗം നടത്തുന്നുമില്ലേ? ഞാനൊക്കെ ഒരു കൺവെൻഷനിൽ തന്നെ പോയി പ്രസംഗിച്ച് ഏതാണ്ട് 20 വർഷത്തോളം ഒരേ കൺവെൻഷനിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അത്രയും ഒരു സഭ നടത്തുന്ന 20 കൊല്ലം അടുപ്പിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. 10-15 ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിരിക്കുന്ന എറണാകുളത്തും തിരുവല്ലയിലുമാണ്. ഒരു വലിയ കൂട്ടായ്മകളിൽ 115 പ്രാവശ്യം ഞാൻ പ്രസംഗിച്ചിട്ട് 2 സഭയിൽ. എന്തോരം പ്രസംഗങ്ങളാണ് നമ്മൾ നടത്തുന്നത്. നമ്മളെന്തോരം ട്രാക്റ്റുകളാണ് കൊടുക്കുന്നത്. എത്ര കാലമായി നമ്മൾ പ്രസംഗിക്കുന്നു. പക്ഷേ കേൾക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വസിച്ചുകൊണ്ട് ജീവരക്ഷ പ്രാപിക്കുന്ന പെട്ടകത്തിനകത്ത് കയറുന്നില്ല. സുവിശേഷ പ്രസംഗത്തെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് 3-ാമത്തേത്. 4-ാമത്തെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. ഇത്രയും ആളുകളിത് കേട്ടിട്ടും അവഗണിച്ചെങ്കിലും നോഹ പറഞ്ഞത് സംഭവിച്ചു. മഴ പെയ്തു, പെട്ടകം അരരാത്തിൻ്റെ മുകളിലെത്തി. ഈ 4 കാര്യങ്ങൾ ഒന്ന് വേഗത്തിൽ പറയാമെന്ന് ചിന്തിക്കുന്നു. 1-ാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണ് 1-ാമത്തെ കാര്യം പറഞ്ഞത്? വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലമായിരുന്നു നോഹയുടെ കാലം.
നിങ്ങൾ ആ ജലപ്രളയത്തിൻ്റെ കാര്യമൊക്കെ ചിന്തിച്ചാൽ മതി. സുവിശേഷ ഭാഗത്ത് പിന്നെ പറയുന്നത് നോഹയുടെ കാലം ജലപ്രളയം വരുന്നത് വരെ അവരിതൊന്നും അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഈ പ്രസംഗങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതൊന്നും അവരറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ തിന്നാനും കുടിക്കാനും കളിക്കാനും ചിരിക്കാനുമുള്ള ഒരു സ്ഥലവും സന്ദർഭങ്ങളുമായിട്ട് അവരുടെ ജീവിതം മാറിപ്പോയി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേ പദത്തിൻ്റെ ആശയത്തോട് തുല്യം വെക്കാവുന്നൊരു പദമുണ്ട്, ലോത്തിൻ്റെ കാലഘട്ടം. ആ പട്ടണത്തിലുള്ള ദുഷ്കാമ പ്രവർത്തികൾ കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തു വലഞ്ഞ നീതിമാനായ ലോത്ത്. നീതിമാനാണ്, പക്ഷേ പട്ടണത്തിൽ നടക്കുന്ന ഒരു കാര്യവും വിടുകയില്ല, എല്ലാം പോയി കാണും. എന്നിട്ട് പിന്നെ വീട്ടിൽ വന്നത് വിശദീകരിക്കലായിരിക്കും പണി. അതുകൊണ്ടാണ് അപ്പൻ കാര്യം പറഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു കളി പറയുന്നു എന്ന് പറയും. അപ്പം ശ്രദ്ധിക്കുക, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. അതിലേക്ക് നമ്മുടെ ആത്മീക കൂട്ടായ്മകൾ മലക്കം മറിയുന്നുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 43 വർഷമായി. ഒറ്റയ്ക്കാണ് വന്നത്. എൻ്റെ വീട്ടിൽ നിന്ന്, ഒരു യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന്, ഒരു മകനേ ഞാനുള്ളൂ. 2 സഹോദരിമാരാണ്. എൻ്റെ അപ്പൻ്റെ സഹോദരിയാണ് പെന്തക്കോസ്തിൽ ആദ്യം വന്നത്. എന്നോട് സുവിശേഷം പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഉപദേശി വന്നു. ഞാൻ വചനം സ്വീകരിച്ചു. രക്ഷിക്കപ്പെട്ടപ്പോൾ വലിയ പ്രശ്നമായി. അറിയാമല്ലോ, ഒരു മോനേ ഉള്ളൂ. പള്ളിയുടെ മുൻവശത്തെ വീട്, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. 1350 വീട്ടുകാരുള്ള ചരിത്രപരമായി പ്രാധാന്യം അർഹിക്കുന്നൊരു വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങി വന്നത് എങ്ങോട്ടാ? 2.25 സെൻറ്റിലുള്ള ഓലമേഞ്ഞ കൈകൾ കൊണ്ട് മെടഞ്ഞെടുത്ത തഴപ്പായും കൈകൾ കൊണ്ട് മെഴുകിയെടുത്ത ഒരു ചാണകത്തറയും ഒരു വശം പൊട്ടിയ ഒരു തമ്പേറും ഒടിഞ്ഞു തൂങ്ങിയ കുറച്ച് പായകളും 4 നെറ്റി മാത്രം കെട്ടിപ്പൊക്കി ഭിത്തി പോലുമില്ലാത്ത ഈ 2.25 സെൻറ്റിനകത്ത് ഇറച്ചിക്കട പോലെ ഇരിക്കുന്ന ഒരു ഷെഡിലാണ് ഞാൻ 1350 വീട്ടുകാരുള്ള പള്ളി വിട്ടിച്ചും ആരാധനയ്ക്ക് വേണ്ടി കയറിയത്. എൻ്റെ അപ്പൻ അതൊരിക്കൽ കണ്ടപ്പോൾ എൻ്റെ അമ്മയോട് ചോദിച്ചു, ഇടി ഞാൻ വിചാരിച്ചു ഇവൻ ഇതിനേക്കാൾ വലിയ പള്ളിയിലോട്ടാണ് പോയത്. നമ്മളങ്ങനെയാണല്ലോ. ഈ ചെറുക്കൻ്റെ തലയ്ക്ക് ഓളമാണ് എന്ന് പറഞ്ഞാൽ വട്ടാണെന്നാണ് പറഞ്ഞത്. ഈ ചെറിയ ഹോള് കണ്ടുകൊണ്ട് പറഞ്ഞതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്നൊക്കെ നമ്മുടെ യോഗങ്ങളൊരു പ്രധാനപ്പെട്ട സംഗതി എന്നാന്ന് വെച്ചാൽ വലിയ തീറ്റയ്ക്കും കുടിക്കും വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ആരാധനകൾക്കും വചന വെളിപ്പാടുകൾക്കും സ്വപ്നങ്ങൾക്കും ദർശനങ്ങൾക്കുമുള്ള പ്രാധാന്യം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. എന്നാൽ അതെല്ലാം കൈവിടപ്പെട്ടു പോയൊരു ദൈവസഭകളിലൂടെയാണ് ഇപ്പം നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കുടുംബയോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പണ്ടൊന്നും കുടുംബയോഗങ്ങൾ ഞങ്ങൾ ലേലം ചെയ്തിരുന്നില്ല. എന്നാൽ ഇന്ന് അങ്ങനല്ല. ഇന്ന് കുടുംബയോഗങ്ങളൊക്കെ ലേലം ചെയ്യുക. ബുധനാഴ്ച കുടുംബയോഗം എവിടെ വെക്കണ്ടേ, 1, 2, 3 തരമൊക്കെ പറഞ്ഞ് ലേലം ചെയ്യുമ്പോഴാണ് ആരുടെയെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ എന്താ കാര്യത്തിനറിയാമോ? കുടുംബയോഗം വെച്ചാൽ ആരും വരുന്നില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് പിള്ളേരൊന്നും കുടുംബയോഗത്തിന് വരികയില്ല. അതിൻ്റെ ഒരു കാരണം പരീക്ഷയാണ്, പഠിക്കാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ കൂടെ കാരണന്മാരും ഇരിക്കും. പക്ഷേ കുറച്ചും കൂടെ ആഴത്തിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ കുടുംബയോഗത്തിന് നല്ല ശാപ്പാട് കൊടുക്കുന്നില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ചില പിള്ളേർ ചോദിക്കും, കുടുംബയോഗത്തിന് എന്താ മമ്മി ഫുഡ്? അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാൽ വരുന്നില്ല, നിങ്ങൾ പൊക്കോ. വല്ല പിസ്സായോ വല്ല ചിക്കൻ ബിരിയാണിയോ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഏത് മീറ്റിങ്ങിലും ഭക്ഷണം വിളമ്പുന്ന അന്ന് ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആൾ കൂടുതലായിരിക്കും. നമ്മുടെ ഉപവാസപ്രാർത്ഥനകളൊക്കെ തീരുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവസാന ദിവസത്തിൽ ഭയങ്കര തിരക്കായിരിക്കും, ഭയങ്കര ആൾക്കാരായിരിക്കും. അതുപോലെ അതിനേക്കാൾ രസകരമെന്ന് പറയുന്നത് ഈ 3 മണിക്കൂറൊക്കെ ആരാധിക്കുമ്പോൾ വാ തുറക്കാത്തവർ അത് കഴിഞ്ഞ് ആ ഭക്ഷണശാലയിൽ തുറക്കുന്ന തുറക്കൽ കണ്ടാൽ എൻ്റെ പൊന്നോ, ഒച്ചപ്പാടും ബഹളവും എന്നോന്നറിയുമോ, ഇത്രയും ശബ്ദം ഈ ആളുകൾക്ക് ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. വാസ്തവത്തിൽ കൈപോലും കഴുകത്തില്ലെന്ന് ഞാൻ തമാശ രൂപത്തിൽ പറയാറുണ്ട്.
ഞാനെന്നാളൊരു കല്യാണത്തിന് ചെന്നപ്പം കല്യാണം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിപ്പിച്ച് നിറഞ്ഞ വിവാഹ ശുശ്രൂഷ നടത്തിയിട്ട് ചെല്ലുമ്പം സഭാഹാൾ നിറഞ്ഞു. സഭാഹാളല്ല, ഡൈനിങ് ഹാൾ നിറഞ്ഞു. ഞാൻ ചോദിച്ചു, സീറ്റൊന്നുമില്ല? ഒറ്റ സീറ്റും ഇല്ല സാറേ. ഞാൻ പറഞ്ഞു, എനിക്ക് നെടുങ്ങാടപ്പള്ളിയിൽ എത്താനുള്ളതാ, ഒരു സീറ്റ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരണം. എൻ്റെ സാറേ ഒരു സീറ്റും ഇല്ല. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു? കല്യാണം ഇപ്പം കഴിഞ്ഞല്ലേ ഉള്ളൂ. ആ പുള്ളി പെന്തിക്കോസുകാരനായതുകൊണ്ട് എന്നോട് പറയുക, ഇത് യഹോവയാൽ സംഭവിച്ചു. സാറിൻ്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ഇനി അതിലേക്കാ രസം, അല്പം ക്ഷമയോടെ ഞാൻ നിൽക്കുമ്പം, പോയി കൈയൊക്കെ കഴുകി നിൽക്കുമ്പം, കൈ കഴുകി ഭക്ഷണം കഴിച്ച് പുറത്തോട്ട് വരുന്ന ഒരാൾ എന്നോട് ചോദിച്ചു, കൈ കഴുകുന്ന സ്ഥലം എവിടാ? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ മഹാൻ കൈ കഴുകിയല്ല കയറിയത്. ഇനി ഞാനെന്താ കൈ കഴുകാൻ കയറണം? സ്ഥലം കിട്ടാത്തതുകൊണ്ട്, വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും കഴുകുകയില്ല. അപ്പം ഇതിനൊക്കെ നമുക്ക് ഭയങ്കര താല്പര്യമാണെന്നാണ് ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. കേട്ടോ, ഭൗതികമായ ഭക്ഷണത്തോട് നമ്മുടെ ഭയങ്കര താല്പര്യം നമ്മളെല്ലാ സ്ഥലത്തും കാണാം. കോളേജിൽ ഒരു പ്രൊഫസർ ചോദിച്ചു, നമ്മുടെ നാട്ടിൽ ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന ആളുകളുണ്ടോ? കോളേജിലെ പിള്ളേർ ചോദിച്ചു, സാറിന് വട്ട, അതൊക്കെ പണ്ട്. സാറേ ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന ദാരിദ്ര്യം പിടിച്ചവരൊന്നും ഇല്ല സാറേ. സാറ് പറഞ്ഞു, ഉണ്ടടാ. നിങ്ങൾ ആ കല്യാണം നടക്കുമ്പം ഭോജനശാലയുടെ വാതിക്കലേക്ക് നോക്കിച്ചാൽ മതി. പാൻറ്റും ഷർട്ടൊക്കെ ഇൻ ചെയ്ത് ടൈയൊക്കെ കെട്ടി നിൽക്കുന്ന ആളുകൾ ഷട്ടർ പൊക്കുമ്പം ഇടിച്ച് കയറാൻ നിൽക്കുന്ന ആ നിപ്പ് കണ്ടാൽ അറിയാം ഒരു നേരത്തെ ആഹാരത്തിന് വിശക്കുന്ന പട്ടിണി പാവങ്ങളെ കാണാൻ. എവിടെ വന്നാൽ മതി? ഭോജനശാലയുടെ വാതിക്ക വന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, 3 ദിവസമായി ഇവിടെ ആത്മീയ ആഹാരം വിളമ്പുക. ഇവിടെ വല്ല തിരക്കുണ്ടാവും. എന്തോരം കസേരയാണ് ബാക്കി കിടക്കുന്നത് ഇല്ലേ? ഇത് പതിവിൽ കൂടുതൽ ആളുകളുണ്ട്. യോഗം തീരാൻ പോവുകയാണല്ലോ, അതുകൊണ്ടാണ്. ഇവിടെ വല്ല തിരക്കുണ്ടാവും, ഇടിച്ചു കയറുന്നുണ്ടോ? അപ്പം എന്ത് ആഹാരത്തോടാണ് നമ്മുടെ താല്പര്യം നമുക്ക് മനസ്സിലായോ? ഭൗതിക ആഹാരത്തോടാണ് ഇപ്പോഴും നമ്മുടെ താല്പര്യം കിടക്കുന്നത്. അത് വേണ്ട എന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ നമ്മൾ 70ഉം 80ഉം ഒക്കെ ജീവിക്കുമ്പം സുമാർ 80 ചാക്ക് അരി മുതൽ 90 ചാക്ക് അരി വരെ ഭക്ഷണം കഴിക്കുമെന്നാണ് ആളുകൾ കണക്കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ 90 ചാക്ക് അരിയുടെ ഭക്ഷണം കഴിച്ച വയറാണ് നമ്മുടെ വയറ്. 50 കഴിഞ്ഞവർക്ക് അത്രയില്ല, കണ്ടാൽ അത്രയും പറയത്തില്ല. ഒരു പ്ലാസ്റ്റിക് കൂടിൻ്റെ വലിപ്പമേ ഉള്ളൂ. ചിലരൊക്കെ ഒരു മല്ലിച്ചാക്ക് പോലെ ആയിട്ടുണ്ട്. എന്നാലും ഓർത്തോളം അച്ഛാ, ഈ 50 കഴിഞ്ഞപ്പം കഴിച്ച 70, 80 ചാക്ക് അരിയുടെ ആഹാരം എവിടെ പോയി? മറപ്പുരയിലേക്ക് പോയി. മറപ്പുരയിൽ പോയി എന്ന് പറയുമ്പം ഇതിലെ പോകുന്ന JCB കൊണ്ട് കിളച്ചാൽ കിട്ടുമോ? കിട്ടത്തില്ല. അത് മണ്ണിലേക്ക് പോയി. എന്താണ് അതിനർത്ഥം എന്നറിയാമോ? താങ്കൾ മണ്ണിലേക്ക് ചേരുന്നത് വരെ ഈ മണ്ണിൽ നിന്നും എടുക്കുന്ന ആഹാരം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നാൽ മറ്റൊരാഹാരം വേദപുസ്തകത്തിനകത്തുണ്ട്. അത് വിണ്ണിൽ നിന്നും ലഭിക്കുന്ന ആഹാരമാണ്. ആ ആഹാരമാണ് സ്വർഗീയ മന്ന എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ 3 ദിവസങ്ങൾ ഈ സഭയ്ക്ക് ഇഷ്ടംപോലെ പൈസ ബാങ്കിൽ മിച്ചം കിടക്കുന്നതുകൊണ്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും ചെലവഴിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു യോഗമല്ല സുഹൃത്തേ. ഈ യോഗം ഇല്ലാതിരുന്നിട്ടും മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചും ജാഗരിച്ചും നാളുകളും മാസങ്ങളും കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോ വികാരമെന്ന് പറയുന്നത് ഈ 3 ദിവസമായി നിങ്ങൾ കഴിക്കുന്ന ഈ ആത്മീക ആഹാരം ഒരു കല്ലറയിലും മണ്ണിലും ഒതുങ്ങുന്നതല്ല. മറിച്ച് കർത്താവിൻ്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ കാലങ്ങൾ കഴിയുന്ന വിത്തിൻ്റെ മോടം പൊട്ടി മുള പുറത്തു വരുന്ന പോലെ ക്രിസ്തുവിൽ വിശ്വസിച്ചാണ് മരിക്കുന്നതെങ്കിൽ ഒരു ഉയർപ്പ് വാഗ്ദാനം ചെയ്യുന്ന ആത്മീക ഭക്ഷണമാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ ഈ ഓഡിറ്റോറിയത്തിൽ ഞാനും നിങ്ങളും ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. ചെറുപ്പക്കാരായ സഹോദരി സഹോദരന്മാരെ കണ്ടമാനം ദീർഘിപ്പിക്കുന്നില്ല. ഞാനൊരു സുവിശേഷ പ്രസംഗകനാണ്. ഇന്ന് രാത്രി യാത്ര ചെയ്യും. ട്രെയിനിലായതുകൊണ്ട് ഞാൻ പറയുന്ന കാഴ്ചകൾ കാണാൻ ഒക്കില്ല. മിക്കവാറും കൊട്ടാരക്കര വരെയൊക്കെ ഞാൻ
വാഹനം ഓടിച്ചാണ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു ചായ കുടിക്കാനൊക്കെ ഹോട്ടലുകളിൽ കയറുന്ന സമയത്ത് ക്ഷീണം മാറ്റാൻ പകൽ സമയത്തേക്കാൾ തിക്കും തിരക്കുമുള്ള രാത്രി ഹോട്ടലുകൾ തുറന്നിരിക്കുന്നത് എത്രയോ ആശ്ചര്യകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇനി അതിലേറെ രസം, ഒരു 10 പൈസ വരുമാനമില്ലാത്ത നമ്മുടെ തലമുറകൾ, കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ ആക്ഷേപിക്കാനൊന്നും അല്ല കേട്ടോ, ഞാനൊരു കാര്യം വേണ്ടി പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 1000 രൂപയുടെ ബില്ല് മാറാൻ കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന്, ഇപ്പം പുതിയ ഭക്ഷണമൊക്കെ ആണല്ലോ ഇല്ലേ, അൽഫാമും കുഴിമന്തിയും ചിക്കൻ 65ഉം. നാളെ പറഞ്ഞു, ഞങ്ങൾ കുടുംബമായിട്ട് പറഞ്ഞു, സാർ ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഒരു പ്ലേറ്റ് എടുക്കട്ടെ. ഞാൻ ചോദിച്ചു, അതെന്ത് സാധനമാണാവോ? അങ്ങനെ ഒരു സാധനമുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം ആളുകൾ ചിക്കന് വേണ്ടി ഇട്ടിരിക്കുന്ന പേരുകളാണ്. അപ്പോൾ ഇതെല്ലാം കഴിക്കുന്ന പിള്ളേരോടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ചിന്തയ്ക്ക് വേണ്ടി പറയുകയാണ്. അപ്പച്ചന്മാരുടെയും അമ്മച്ചന്മാരുടെയും കയ്യിൽ നിന്നൊക്കെ ചിലവരോട് വാങ്ങുന്ന പൈസ കൊണ്ട് 1000 രൂപയും 2000 രൂപയും 1710 രൂപയുമൊക്കെ ബില്ലടയ്ക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും തോന്നാറില്ല. പക്ഷെ ഇന്ന് വരെ 1000 രൂപ നിങ്ങൾ സ്തോത്രക്കാഴ്ച ഇട്ടിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ഹോട്ടലിൽ വിളമ്പാൻ വരുന്ന ആ മനുഷ്യന് കൊടുക്ക്, കുഴപ്പമില്ല. അവർക്ക് 50 കൊടുക്കുമ്പോൾ നമ്മുടെ പിള്ളേർ പറയും 100 കൊടുക്കടാ, ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് 100 കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ടിപ്പ് കൊടുക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 3 ദിവസം നടന്ന സ്തോത്രക്കാഴ്ചയിൽ നിങ്ങൾ 100 രൂപ ഇട്ടിട്ടുണ്ടോ? അപ്പോൾ ഏതിനോടാണ് നമ്മുടെ ആഗ്രഹമെന്ന് മനസ്സിലായില്ലേ? ഏതിനോട് ആഗ്രഹം? ഭൗതികമായ ആഹാരം കഴിക്കാൻ 1000ഉം 2000ഉം ഒരു നേരത്തെ ഭക്ഷണത്തിന് 400ഉം 500ഉം മുടക്കുമ്പോൾ ഒരു സുവിശേഷ പ്രസംഗത്തിന് മുമ്പിൽ 10 രൂപ വെച്ച് നീട്ടുന്ന നമ്മുടെ ആത്മീക ദാരിദ്ര്യം എന്നാണ് മാറുന്നത് പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് വിറ്റും നട്ടും തിന്നും കുടിക്കുന്ന ഒരു കാലഘട്ടം. എന്തിനാണ് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നൊരു ചോദ്യം കൂടെ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഇതൊക്കെ ഏതറ്റം വരെ പോകുമെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അധിക നാളൊന്നും ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. തമാശ രൂപത്തിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, എത്ര എന്നൊരു ചോദ്യം ആളുകൾ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വന്ന ഒരാശയമാണ്. ഇങ്ങനെയാണ് ചോദിക്കുന്നത്. 10 വയസ്സ് വരെ ആളുകൾ ചോദിക്കും. എന്താ ചോദിക്കുന്നത്? 10 വയസ്സുള്ള കൊച്ചിനോട് വയസ്സ് എത്ര, അതാ ചോദിക്കുന്നത്. 10 വയസ്സ് വരെ ആരെ കണ്ടാലും എത്ര, വയസ്സ് എത്ര എന്നാ ചോദിക്കുന്നത്. 20 വയസ്സ് വരെ ചോദിക്കുന്നത് മാർക്ക് എത്ര എന്നാ ചോദിക്കുന്നത്. ചോദ്യം എത്ര മാറുന്നില്ല. 30 വയസ്സാകുമ്പോൾ ചോദിക്കുന്നത് സാലറി എത്ര എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് വേണം കല്യാണം കഴിപ്പിക്കാൻ. 40 വയസ്സാകുമ്പോൾ ചോദിക്കുന്നത് മക്കൾ എത്ര എന്നാണ് ചോദിക്കുന്നത്. 50 വയസ്സാകുമ്പം ചോദ്യം രസകരമാണ്, ഷുഗർ എത്ര എന്നാണ്. 60 ആകുമ്പം ചോദിക്കുന്നത് പ്രഷർ എത്ര എന്നാണ്. 70 ആകുമ്പം ചോദിക്കുന്നത് കൊളസ്ട്രോൾ എത്ര എന്നാണ്. കാരണം ഇതിനകത്ത് 3 പേരും ഒരമ്മ പെറ്റ മക്കളാണ്. ഏത്? ഈ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ. ഒരാളെങ്ങാനും വന്നു കയറിയാൽ അടുത്തയാൾ ഓട്ടോറിക്ഷ വിളിച്ചു വരും. 3ാമത്തെ പുള്ളി അങ്ങോട്ട് പോയി ആംബുലൻസിൽ നിന്ന് ഡെഡ് ബോഡി മാറ്റി വെച്ചും ഈ പുള്ളി കയറിക്കിടന്ന് തിരിച്ചു വരും. അത്ര വേഗത്തിലാണ് 3 പേരും കൂടെ വരുന്നത്. തുപ്പിയാലും ശ്വാസിച്ചാലും പോകാത്ത ഒരു സാധനം. 70 വയസ്സ് കഴിഞ്ഞവരോട് നമ്മൾ ചോദ്യങ്ങളൊന്നും ചോദിക്കാറില്ല. ചോദ്യചിഹ്നം പോലെ നിൽക്കാറേ ഉള്ളൂ. ഇനി എത്ര നാൾ എന്നാണ്. അപ്പം ഈ എത്ര എന്ന ചോദ്യം മരണം വരെ വിട്ടു പോകുന്നില്ല. ഈ ലോകത്തിൽ 70ഉം 80ഉം ഒക്കെ ആണെങ്കിലും ഞാൻ പറയാറുണ്ട്, ഞാനിങ്ങനെ കൊട്ടാരക്കര തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകുമ്പം ഏതാണ്ട് 150 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണം. അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ കോട്ടയം ചെല്ലുമ്പോൾ ഒരു പകുതി ആശ്വാസം ബോർഡ് കാണും, അങ്കമാലി 95 കിലോമീറ്റർ. എനിക്ക് മനസ്സിലാകും പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു. കൂത്താട്ടുകുളം മൂവാറ്റുപുഴയൊക്കെയാണ് ഒരു ചായ കുടിക്കുന്ന സ്ഥലം. മൂവാറ്റുപുഴ ചെല്ലുമ്പോൾ കാണാം അങ്കമാലി 35 കിലോമീറ്റർ. സന്തോഷം ഇങ്ങനെ നുരപൊന്തി വരാൻ തുടങ്ങും. പെരുമ്പാവൂർ ചെല്ലുമ്പോൾ 20 കിലോമീറ്റർ, കാലടി ചെല്ലുമ്പോൾ 7 കിലോമീറ്റർ,
അപ്പം എനിക്ക് സന്തോഷമുണ്ട്, പിന്നെ ഇരിക്കാൻ വയ്യ, അത്ര സന്തോഷമാണ്. കാര്യം വല്ലതും മനസ്സിലായോ? ഈ ദൂരമെല്ലാം ഓടിക്കഴിയുമ്പം ബോർഡിനകത്ത് എൻ്റെ വീട്ടിലേക്കുള്ള കിലോമീറ്ററിൻ്റെ ദൂരം കുറഞ്ഞു വരുമ്പം ഒരു സന്തോഷം എൻ്റെ അകത്തുണ്ടാകുന്നത് പോലെ ജീവിതത്തിൽ ഓരോ പ്രായങ്ങൾ കഴിയുമ്പോൾ എന്തെങ്കിലും പ്രതിസന്ധികളോ രോഗങ്ങളോ ദുഃഖങ്ങളോ ഒക്കെ വരുമ്പം കാലം കൊണ്ട് നമ്മൾ കണക്കൂട്ടേണ്ട കാര്യമുണ്ട്. വന്നത് ശാപമാണെന്നും ദുരിതമാണെന്നും ദുഃഖമാണെന്നും അല്ല പറയേണ്ടത്. ഇതെല്ലാം സിഗ്നലുകളാണ്. നിന്റെ വീടിനോട് നീ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സിയോൻ പ്രയാണികളെ സംബന്ധിച്ച് ഇതൊന്നും നമ്മെ തളർത്തുന്ന വിഷയങ്ങളല്ല. സിയോൻ പ്രയാണികൾ എന്ത് വന്നാലും പറയും, കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോൾ ഉള്ളതോ വരുവാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ മരണത്തിനോ ദൂരന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാനും കഴിയത്തില്ലെന്ന് മാത്രമല്ല, ഈ സിഗ്നലുകളെല്ലാം എൻ്റെ സ്വർഗീയ വീട്ടിൽ ഞാൻ ചെന്നെത്താറായി എന്നുള്ളതിൻ്റെ അടയാളങ്ങളാണെന്ന് വിശ്വസിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വിറ്റും നട്ടും തിന്നും കുടിച്ചും പോരുന്ന ഒരു കാലഘട്ടം. എന്തിനാണ് അധികം നമ്മൾ സമ്പാദിക്കുന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിങ്ങനെ പറയും, ഈ ഏക്കർ കണക്കിനൊക്കെ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ ഒരു കണക്കിലും മണ്ടന്മാരാണെന്ന് പറയാറുണ്ട്. എല്ലാ കണക്കിലും അല്ല. കാരണം നമ്മുടെ കയ്യിലൊക്കെ 1-2 ഏക്കർ ഉണ്ടെങ്കിൽ ഇപ്പം കുറിച്ചിട്ടോ നിങ്ങൾ മരിച്ച് ഒരു 10 കൊല്ലം കഴിയുമ്പം അബ്രഹാം പിതാവിനോടൊന്ന് പറയണം, ഞാൻ വിളപ്പിൽശാല വരെ ഒന്ന് പോയേച്ച് വരാം, എൻ്റെ 1.5 ഏക്കറും എൻ്റെ മക്കളും സുഖമായിരിക്കുന്നോ എന്നൊന്ന് അന്വേഷിച്ചേച്ച് വരാം. അബ്രഹാം പിതാവ് പറഞ്ഞു, പോയിട്ട് വാ, വൈകുന്നേരമാകുമ്പോഴേക്കെങ്കിൽ തിരിച്ചെത്തണം കേട്ടോ. ഒരു ഭാവന. നമ്മളങ്ങനെ പതുക്കെ ചാണ്ടി ഇവിടെ വരിക. എവിടെ? വിളപ്പിൽശാലയിൽ. ഇവിടെ വന്നപ്പം വീടൊന്നും കാണാനില്ല, 1.5 ഏക്കർ റബ്ബർ തോട്ടവും കാണാനില്ല, തെങ്ങിൻ തോട്ടവും കാണാനില്ല. എന്താ കാര്യം? നിങ്ങൾ ചത്ത് അടിയന്തരം കഴിയും മുമ്പേ അവനത് മുറിച്ച് വിറ്റിരിക്കും. മിക്കവാറും കുറെ ഫ്ലാറ്റുകളുടെ സമുച്ചയം കാണും. പിന്നെ വീട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വീട്ടുപേര് എഴുതി അറക്കപ്പറമ്പിൽ. ശരി, വീട്ടുപേര് കണ്ടുപിടിച്ചു, മകൻ്റെ പേരുമുണ്ട്, മനസ്സിലായി. ഈ 2 നിലയാണ് അവൻ്റെ, ഒരു നിലയിലുമല്ലാത്തവൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത്. അവിടെ ചെന്ന് കോളിംഗ് ബെൽ അമർത്തി. എൻ്റെതായ ശൈലി ഞാൻ പറയാണ് കേട്ടോ. അതാണ്ട് ഇതുപോലത്തെ ഒരു കൊച്ചൻ വന്ന് ചോദിച്ചു, ആരാ? നമ്മൾ ചോദിച്ചു, നീ ആരാ? നമുക്ക് മനസ്സിലായി നമ്മുടെ മകൻ്റെ കൊച്ചുമോനാണ്. പുള്ളി പറഞ്ഞു, നിങ്ങളാരാ? അതും പറഞ്ഞു, നീ ആരാ? നിങ്ങളാരാ? പുള്ളി പറഞ്ഞു, നിന്റെ അപ്പൻ്റെ അപ്പനാണ് ഞാൻ. ഉടനെ അവൻ്റെ അകത്തെത്തിച്ച് പറയും, മമ്മി ഒരു പ്രാന്തം വന്നിട്ടുണ്ട്, എന്താന്ന് വെച്ചാൽ കൊടുത്തു വിടാൻ പറയും. കാരണം നിങ്ങൾക്ക് കൊല്ലം പിടികിട്ടിയോ? ജീവിച്ചിരിക്കുമ്പോൾ ക്രയവിക്രയ സ്വാതന്ത്ര്യം ചെയ്യാമെന്നുള്ളതല്ലാതെ മരിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം എന്ന് പറയാൻ ലോകത്തിൽ ഒന്നുമില്ല. സമ്പാദിച്ചു കൂട്ടുന്ന ഒന്നും സ്വന്തമല്ല. ഞാൻ ഒറ്റവാക്കി പറയാം, വാഹനം സ്വന്തമാണോ? അല്ലെന്നാണ് പറയേണ്ടത്. കാരണം സർക്കാരിൻ്റെ വകയല്ലേ, അതുകൊണ്ടല്ലേ ടാക്സ് ഒക്കെ നമ്മൾ അടയ്ക്കുന്നത്. നമ്മുടെ ഭൂമി സ്വന്തമാണോ? അല്ലെന്നാ പറയുന്ന. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ആധാരം എഴുതുമ്പം ഒരു പദം എഴുതും. ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വസ്തു മേടിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, പണ്ടാരവക. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പണ്ടാരവക ഭൂമി. ഞാൻ ചോദിച്ചു, എന്തോ വെച്ചാൽ ഈ പണ്ടാരവക? അയാൾ പറഞ്ഞു, പണ്ട് ആരുടെയോ വക, അതിൻ്റെ പേരാ പണ്ടാരവക. ശരിയാണോ എന്ന് എനിക്കറിഞ്ഞുകൂടെ, തമാശയ്ക്ക് ചിലപ്പോൾ പറഞ്ഞതായിരിക്കും. പണ്ടാരുടെയോ വക. അതുകൊണ്ടല്ലേ നമ്മൾ ടാക്സ് അടയ്ക്കുന്നേ. വീട് നമ്മുടെയാണോ? അല്ലെന്നേ, സർക്കാരിൻ്റെ അല്ലേ. അതുകൊണ്ടല്ലേ 1.5 കോടി രൂപയ്ക്ക് 750 രൂപ പഞ്ചായത്ത് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഈ റോഡ് നമ്മുടെയാണോ? അല്ലെന്നേ, അതുകൊണ്ടല്ലേ റോഡ് ടാക്സ് അടയ്ക്കുന്നത്. അല്ല, ഭാര്യയും ഭർത്താവും നമ്മുടെയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും, കുടുംബകലഹം ഉണ്ടാക്കല്ലേ. ഒരർത്ഥത്തിലല്ല. എന്താ കാര്യം? മക്കൾ യഹോവ നൽകുന്ന അവകാശമെന്ന, ഉദരഫലം അവൻ തരുന്ന പ്രതിഫലമെന്ന. വീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയാകുന്നു? അവനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അമ്പും വില്ലും ചേർത്ത് പിടിച്ചിരിക്കുന്ന കാണാൻ ഭംഗിയുണ്ടെങ്കിലും അധിക നാൾ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവരെ വിട്ടേ പറ്റത്തുള്ളൂ. 20
20 വയസ്സിൽ ഞാൻ മൂത്ത അമ്പിനെ പറഞ്ഞു വിട്ടു. 23 വയസ്സിൽ രണ്ടാമത്തെ അമ്പിനെയും പറഞ്ഞു വിട്ടു. മനസ്സിലായല്ലോ? പിള്ളേരെ കല്യാണം കഴിപ്പിച്ചെന്നായി പറഞ്ഞത്. അവരൊന്നും പിന്നെ തിരിച്ചു വരത്തില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയും, എടി ഒരു 10 ദിവസം വന്ന് ഇവിടെ നിൽക്കടി. പിള്ളേർ പറയും, വീട്ടിൽ കോഴിയുണ്ട്, പട്ടിയുണ്ട്, പൂച്ചയുണ്ട്. കോഴിയാണോ പട്ടിയാണോ അമ്മയാണോ വലുത്? കോഴിയാ വലുത്. 25 കൊല്ലം വരെ നമ്മളായിരുന്നു വലുത്. പക്ഷേ 26ാമത്തെ കൊല്ലം 10 പട്ടിയാണ് 10 കോഴിയാണ് വലുത്. അതുകൊണ്ട് സ്വന്തം എന്ന് പറയാൻ ലോകത്തിൽ ഒന്നുമില്ല. ഭാര്യ സ്വന്തമാണോ എന്ന് ചോദിച്ചാൽ തക്കത്തുണ ഇടയ്ക്ക് വന്നതല്ലേ, ഇടയ്ക്കത് ഇട്ടച്ച് പോകത്തില്ലേ? നമ്മൾ പോലും നമ്മുടെ സ്വന്തമല്ലല്ലോ പ്രിയപ്പെട്ടവരെ. പക്ഷെ ഇന്ന് രാത്രിയിൽ വിളപ്പിൽ ശാലയിൽ ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് ചങ്കൂറ്റത്തോടെ അഭിമാനത്തോടെ അന്തസ്സോടെ 1,00,000 വാട്സിന്റെ സൗണ്ടിൽ ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ ലോകത്തിൽ സ്വന്തം എന്ന് പറയാൻ ഒന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അകത്ത് സ്വീകരിച്ചാൽ ഒരു സർക്കാരും അവ നിനക്ക് കെട്ടിയടക്കേണ്ടി വരില്ല. യേശുവിനെ ഹൃദയത്തിനകത്ത് നിന്ന് വെളിയിൽ തള്ളാൻ ഒരു സർക്കാരിനും കഴിയത്തില്ല. അതുകൊണ്ട് ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നു, യേശുവിനെ വിശ്വസിച്ചതിന്റെ പേരിൽ നിനക്കെന്തെങ്കിലും നഷ്ടം വന്നാലും അകത്ത് കിടക്കുന്ന കർത്താവ് സർവ്വഭൂമിക്കും അധികാരിയാകയാൽ യേശു സ്വന്തമായിട്ടുള്ളവർക്ക് ഈ ലോകം ഒരു പ്രശ്നമേ അല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഇവിടം വിട്ടുപോയാലും 5ാമത്തൊരു വീട് 8.25 കോടിയിൽ പരം വരുന്ന സ്വത്തിനെ പിറകോട്ട് തള്ളിയ പൗലോസ് ഒരു കാര്യം പറഞ്ഞു, പിൻപിലുള്ളതിനെ ബാക്കി പറയാമോ? മറക്കണമെങ്കിൽ എവിടെ എറിയണം? അതോടെ പറ. മറക്കണമെങ്കിൽ എവിടെ എറിയണം? പണം, ബാക്കി വരുന്ന പണം ബാങ്കിലിടും. പാസ്ബുക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയും, ഒന്ന് എൻട്രി ചെയ്തതാ, പലിശ എത്ര കൂടിയെന്നറിയാനാ. ബാക്കി വന്ന ഭക്ഷണം എന്തോ ചെയ്യും? നിങ്ങൾ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കും. ഇടയ്ക്ക് നമ്മൾ മണത്ത് നോക്കും, വളിച്ചോ പുളിച്ചോ എന്നറിയാനാ. ബാക്കി വരുന്ന സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഫ്രിഡ്ജ്, അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് എന്ന് പറയുന്നത്. അവിടെയെല്ലാം പൗലോസ് അത് ഇട്ടത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കാലത്തും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമുണ്ട്. അതിൻ്റെ പേരാ വേസ്റ്റ് ബോക്സ് എന്ന് പറയുന്നത്. വീട്ടിനകത്ത് ചീഞ്ഞു നാറിയ സംഗതികൾ വിളപ്പിൽ ശാല സിറ്റിക്കകത്തുള്ള ആ വേസ്റ്റ് ബോക്സിൽ എറിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കാറേ ഇല്ല. ഇതാ പൗലോസ് പറയുന്നത്, എൻ്റെ 8.25 കോടി സ്വത്തൊക്കെ ഉണ്ട്, ഞാൻ എവിടെ എറിഞ്ഞെന്നറിയാമോ? വീടും എടുക്കാവുന്ന വിധമല്ല എറിഞ്ഞത്, പിൻപിലുള്ളതിനെ മറന്നു. പിൻപിലുള്ളതിനെ മറന്നു. എന്നിട്ട് 5ാമത്തെ വീട്, വാർദ്ധക്യം കുളിരുകോറിയ ചർമ്മം പുതയ്ക്കുവാൻ ഒരു പുതപ്പ് ആ മനുഷ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വായിക്കുവാൻ ഒരു ലിഖിതം മറന്നുപോയി. പക്ഷെ മറന്നുപോകാതെ 5ാമത്തെ വീട് അകത്ത് സൂക്ഷിച്ചു. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ അഴിയാത്തൊരു വീട് മരക്കിട്ടുറപ്പിക്കുവാൻ സുഹൃത്തെ ലോകത്തിൽ ആർക്കും സാധ്യമല്ല. എന്നാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വാടകയ്ക്ക് കിടക്കുന്നവരാണെങ്കിലും ഞങ്ങൾ കരമടിച്ച് ആഘോഷത്തോടെ പറയുന്നു, ഞങ്ങൾക്കൊരു 5ാമതൊരു വീടുണ്ട്, അഴിയാത്തൊരു വീടുണ്ട്. സിമെന്റും കമ്പിയും കൂടെ കൂട്ടിക്കുഴച്ച കോൺക്രീറ്റിന്റെ കുരിശിൽ മരിച്ച കർത്താവിനെ അല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെയാ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഒന്നുകൂടെ പറയട്ടെ, ആത്മീക ആഹാരത്തിന് നിത്യജീവന് പ്രാധാന്യം നൽകുന്നവർക്കായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വീട്ടിനകത്തൊരു മെമ്പർഷിപ്പ് കരസ്ഥമാക്കിയവർ ഇരുകരവും ചേർത്തടിച്ച് ഇന്ന് രാത്രി പറയണം, 5ാമത്തെ വീടാണ് എന്റെ ശരിയായ വീട് എന്ന് പറയണം. ഒന്നാമത്തെ കാര്യം ഞാനങ്ങ് വിടുകയാണ്. വിറ്റും നട്ടും തിന്നും തിന്നണം, കുടിക്കണം, ഒക്കെ ചെയ്യണം. പക്ഷേ ഇതിനേക്കാൾ അമിത പ്രാധാന്യമൊന്നും അതിന് നൽകരുത്. പെരുവയറന്മാർ, ക്രേത്തയിലെ ആളുകൾ, വയറിനുള്ളവർ എന്നുള്ള പദങ്ങളൊക്കെ ബൈബിളിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കണ്ടമാനം വാരി വലിച്ച് എന്ത് ചെയ്യരുത്, തിന്നാതിരിക്കുന്നതാണ് നല്ലത്. ചില ആളുകൾക്ക് വയറൊക്കെ മാന്തണമെങ്കിൽ സ്കെയിലിലേക്ക് വെച്ച് കെട്ടേണ്ടി വരും. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക, നല്ലതാണ്. മാറാരോഗങ്ങളൊക്കെ പിടിക്കാതിരിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. ആത്മീയ ആഹാരത്തിന് ചെവി കൊടുക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സഭായോഗങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയും, ഒരു സഭായോഗത്തിൽ 1 മണിക്കൂർ ദൈവത്തെ ആരാധിക്കണം, 1 മണിക്കൂർ വചനം സംസാരിക്കണം. അതൊന്നുമില്ലാത്ത സഭായോഗം എന്ത് സഭായോഗമാണ്? സുവിശേഷ യോഗങ്ങൾക്ക് വേണ്ടി യോഗം വെച്ചിട്ട്
അവസാനം സുവിശേഷ പ്രസംഗത്തിന് മാത്രം സമയം ഉണ്ടാകത്തില്ല. യോഗം ഞങ്ങളുടെ പേരിലാണ് വെച്ചിരിക്കുന്നത്, പക്ഷെ ഇവിടെ സമയമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, വിറ്റും നട്ടും തിന്നും കുടിച്ചും പോകുന്ന കാലമായിരുന്നു. ആത്മീയത്തിന് വലിയ പ്രസക്തിയില്ലായിരുന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ആത്മീകാനുഭവത്തിലേക്കൊന്ന് മടങ്ങി വരാം. രണ്ടാമത്തെ ചിന്തയിലേക്ക് വരാം. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. ഒരു ബ്രേക്കിന് വേണ്ടി പറയുകയാണ്. എനിക്കത് ഒത്തിരി പറഞ്ഞാൽ കൊള്ളാമെങ്കിലും ഇതൊരു കൺവെൻഷൻ വേദിയായതുകൊണ്ട് പരിമിതികൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്, വിശദീകരിച്ച് പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തനിക്ക് ബോധിച്ചവരെയെല്ലാം ഭാര്യമാരായിട്ട് എടുത്തു. ഇവിടുത്തെ തർക്കങ്ങളും വാദങ്ങളൊക്കെ അറിയാം. ദൂതന്മാരാണ് എന്ന് പറയുന്നവരുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൂതന്മാരല്ല എന്നുള്ളതിന് ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതുകൊണ്ട് ദൂതന്മാർക്ക് വംശവർദ്ധനവിന് കഴിവില്ലെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അവിടെ എല്ലാവരും സ്വർഗത്തിൽ ദൂതന്മാരെ പോലെ ആകുന്നു എന്ന് അതിൻ്റെ ഉടമസ്ഥനായ കർത്താവ് പറഞ്ഞ കാര്യവും കൂടെ കൂട്ടിച്ചേർത്ത് വായിച്ചു കൊള്ളണം. ഈ സംഭവം എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശപിക്കപ്പെട്ട തലമുറയിൽപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ട തലമുറയിൽപ്പെട്ടവരും തമ്മിലുള്ള വിവാഹം നടന്നു എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം തമ്പുരാൻ അതിഭയങ്കരമായി കോപിക്കുന്നതും അവരുടെ മേൽ ശിക്ഷാ നടപടികൾ നടത്തുന്നതും ജലപ്രളയം ലോകത്തിലേക്ക് വരുന്നതും. ദൈവം ദുഃഖിക്കുകയാണ്. ഞാൻ മറയില്ലാതെ ഒരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. ഇങ്ങനെയൊക്കെ മറച്ചു കെട്ടി പറഞ്ഞാൽ പലർക്കും മനസ്സിലാകില്ല. അവിടെ നേരിട്ട് പറയുകയാണ്, ഇങ്ങനെ ശ്രദ്ധിക്കണം. ഇവിടെ 8 ആൺകുട്ടികൾ വന്ന് ഒരു മനോഹരമായ പാട്ടുപാടി. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ സഭയിൽ ഇത്രയും പിള്ളേരുണ്ടല്ലോ, വളരെ മിടുക്കന്മാരായ പിള്ളേർ. അതിന് തക്കവണ്ണം പെൺപിള്ളേരും കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. യൂത്തിൻ്റെ ഒരു പ്രസൻസ്, സാന്നിധ്യമുള്ള ദൈവസഭയാണ്. അവരോടൊക്കെ ആയിട്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഈ പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ കട്ടൻ കാപ്പി കുടിക്കാൻ പോയിരിക്കുന്നവരോ അല്ലെ പുറകെ പോയിരിക്കരുത് കേട്ടോ. മുമ്പിൽ വന്നിരുന്ന് സ്റ്റേജിൽ വന്ന് പാടുന്ന പിള്ളേരൊക്കെ എൻ്റെ മുമ്പിൽ വന്നിരുന്ന് വചനം കേട്ടുകൊണ്ടിരിക്കണം. പാട്ട് വെറുതെ ഒരു കലാപരിപാടിയായിട്ടൊന്നും കാണരുത്. നിങ്ങളോട് ഒരപ്പൻ്റെ പ്രായത്തിൽ നിൽക്കുന്ന ഒരു പിതാവെന്ന നിലയിൽ സ്നേഹപൂർവ്വം പറയുകയാണ്, കുറിച്ചിടണം മനസ്സിനകത്ത്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കരുത്. സ്തോത്രം. അതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ രക്ഷിക്കപ്പെടാത്തവരെ കല്യാണം കഴിക്കരുത്. കുറച്ച് മതപരമായിട്ടുള്ള ആശയങ്ങളൊക്കെ മുൻനിർത്തി, സാഹോദര്യമൊക്കെ മുൻനിർത്തി, മതസൗഹാർദ്ദമൊക്കെ മുൻനിർത്തി നിങ്ങൾ ചോദിച്ചേക്കാം, കല്യാണം ആരെ കഴിച്ചാൽ എന്താണ് കുഴപ്പം? വിവാഹം എല്ലാവർക്കും മാന്യമല്ലേ, കിടക്ക നിർമ്മലമല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോഴൊക്കെ കേട്ടോ. യുവജന ക്യാമ്പിലൊക്കെ പിള്ളേർ പങ്കെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പല വിഷയങ്ങളും പങ്കെടുത്ത് ഉച്ച കഴിഞ്ഞ് പിള്ളേർ നിൽക്കാറില്ല, പലരും വീട്ടിൽ പോകും. വലിയ താല്പര്യമൊന്നുമില്ല പലർക്കും. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, കീഴിലത്തെ വെച്ചൊരു യുവജന ക്യാമ്പിൽ ഞാൻ ഉച്ചയ്ക്ക് ക്ലാസ് എടുത്തു. ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഉച്ച ബ്രേക്കാണ്, ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഉച്ച കഴിഞ്ഞ് ഞാൻ എടുക്കുന്ന വിഷയം ലവ് മാരേജോ അറേഞ്ച്ഡ് മാരേജോ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് കല്യാണം കഴിക്കണോ അതോ കാർന്നന്മാർ ആലോചിച്ച് കല്യാണം കഴിക്കണോ? പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. ഒരെണ്ണം പോയിട്ടില്ല. എങ്ങോട്ട്? ഭക്ഷണം കഴിക്കാൻ പോലും പോകാതെ അവളത് നിൽക്കുന്നത്. അത് അറിഞ്ഞിട്ടേ അടുത്ത കാര്യമുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ മനസ്സിൽ കിടക്കുന്ന ഒരാശയമായി പറയുന്നത്, ഒരു രാജ്യത്ത് ഞാൻ സന്ദർശനം നടത്തുമ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, അങ്ങളെക്കുറിച്ച് വിശാല മനസ്സോടെ ചിന്തിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല, അത്രയൊന്നും വിശാലയൊന്നുമില്ല മോളെ. എന്നോട് ചോദിച്ചു, ഞാൻ ഒരു കറുത്ത വർഗക്കാരനെ കല്യാണം കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞു, എന്ത് കുഴപ്പം? അതും ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അല്ലാതെ നൈജീരിയക്കാരനാണ്, ഏത് രാജ്യക്കാരനെന്താ കുഴപ്പം? കുറേ പറഞ്ഞപ്പം പറഞ്ഞു, അല്ല അങ്കിളെ, അത് മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ടവനല്ല, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ലെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവനല്ലെങ്കിൽ പറ്റത്തില്ല. കറുപ്പാണോ എന്നുള്ളതോ നൈജീരിയക്കാരനാണോ എന്നുള്ളതൊന്നും എൻ്റെ പ്രഥമ വിഷയങ്ങളൊന്നുമല്ല. പക്ഷേ അതൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആലോചിക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾ രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനെ വേദപുസ്തകം ശക്തമായി എതിർക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിശ്വാസിലെ പിതാവായ അബ്രഹാമിലേക്ക് തുടങ്ങിയാൽ അബ്രഹാം മുതലേ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ ഈ വിഭാഗത്തിൽ പെണ്ണെടുക്കരുതെന്ന്. ഒരു കല്യാണത്തെയും നമ്മൾ അവഹേളിക്കാറില്ല.
ഏത് ജാതിയിൽപ്പെട്ടവർക്കും ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരവരുടെ മതവിശ്വാസം പോലെ കല്യാണം കഴിക്കുന്നതിന് നമ്മളെതിരല്ല. അതുകൊണ്ടാണ് ഏത് കല്യാണത്തിന് വിളിച്ചാലും നമ്മൾ പോവുകയും ചെയ്യും, കല്യാണത്തിൽ പങ്കെടുക്കുകയും ചെയ്യും, ചാപ്പാടും കഴിക്കും. മരണാനന്തര പ്രക്രിയകളെ നമ്മൾ മുടക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കല്യാണം നമ്മൾ അവരെയും വിളിക്കും. അതൊന്നും വലിയ പ്രശ്നങ്ങളുള്ള കാര്യമല്ല. നീ ഏത് ജാതിയിലും മതത്തിലും പെട്ടവര് കല്യാണം കഴിച്ച് മക്കളുമായി ജീവിക്കുന്നവര് രക്ഷിക്കപ്പെട്ട് നമ്മുടെ സഭയിൽ വന്നാൽ നമ്മളവരെ സ്നാനപ്പെടുത്തത്തേ ഉള്ളൂ, അല്ലാണ്ട് കല്യാണം കഴിപ്പിക്കത്തില്ല. അപ്പം കല്യാണം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതാണ്, എന്ത് മതവിശ്വാസമാണോ നിങ്ങൾ പുലർത്തുന്നത് അതനുസരിച്ചുള്ള ഒരാളെ വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ആകപ്പാടെ പ്രശ്നമായി തീരുമെന്നാണ്. മറ്റു മതങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതില്ല. അതുകൊണ്ട് ഈ ഇരിക്കുന്ന എൻ്റെ ആൺകുട്ടികളോടും പെൺമക്കളോടൊക്കെ ഞാൻ പറയുന്നത്, ചില പിള്ളേർക്കൊക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ. ഒരിക്കൽ യൂത്ത് ക്യാമ്പിന് പെങ്കൊച്ചു ചോദിച്ചു, പാസ്റ്റർ അത്രയും അങ്ങോട്ട് കടുംപിടുത്തം പിടിക്കരുത്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പറഞ്ഞു, ആ ആത്മാവിനെയും കൂടെ, ബാക്കി നിങ്ങൾ പറ, ആ ആത്മാവിനെയും കൂടെ എന്തോ ആത്മഭാരമാണ് ചിന്തിച്ച്, ദൈവമേ അങ്ങനെ ഒരാത്മാവിനെ മാത്രം നേടാനുള്ള ഭാരമേ ഉള്ളതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ കാര്യമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഈ ആന കുഴിച്ചാടിയാൽ കാട്ടുപോത്തി എന്നാലൊന്നും എഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല കേട്ടോ, അതിന് ആന തന്നെ ചെല്ലണം. എൻ്റെ പൊന്നു സുഹൃത്തെ, പൊന്നു മക്കളെ, പാപ ശമ്പള മരണ നരക ന്യായവിധി എന്ന ആ പടുകുഴിയിൽ നിന്ന് ഒരാളെ രക്ഷപ്പെടുത്താൻ നിന്റെ പ്രേമലേഖത്തിന് ഒരിക്കലും കഴിയത്തില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിനല്ലാതെ, ക്രൂശിൻ്റെ രക്തത്തിനല്ലാതെ, വചനം പറയുന്ന രക്ഷകന്റെ രക്ഷാ ദൗത്യത്തിനല്ലാതെ ഒരാളെ രക്ഷയിലേക്ക് നയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്നവരൊക്കെ വിവാഹങ്ങൾക്ക് വേണ്ടി വരുന്ന ആളുകളായിരിക്കാം. അതുകൊണ്ട് തീർത്ത് പറയുകയാണ്, ഞാനിത് പറയുമ്പോൾ നിങ്ങളോടൊരു ഒരു ദൂതും കൂടെ ഞാൻ പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കാരണം ഒത്തിരി പറയേണ്ട ആ വേദി നമ്മുടെ എല്ലാത്തതുകൊണ്ട്, ഈ വേദി നമ്മുടെ എല്ലാത്തതുകൊണ്ട് ഞാനത് പരസ്യമായിട്ട് അധികം വലിച്ചു കീറി അങ്ങനെ തേച്ചൊട്ടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇത്രയും പറഞ്ഞു വരട്ടെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ. ഈ പാസ്റ്റർ അല്ലെങ്കിൽ ഞാനൊക്കെ 43 വർഷമായി വിശ്വാസത്തിൽ വന്നിട്ട് പിള്ളേർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക. അവിടെ ഈ പാസ്റ്റർ മണിദാസ് പാസ്റ്റർ ആകട്ടെ, രാജൻ പാസ്റ്റർ ആകട്ടെ, ഈ ഇരിക്കുന്ന വാസന്മാരാകട്ടെ, ഒരു ജലദോഷം വന്നാലൊന്നും നമ്മൾ ആരാധന മുടക്കത്തില്ല. പുതിയ ആളുകളോടല്ല ഈ പറയുന്നത്. ഒരു രോഗം വന്നാലും നമ്മൾ യേശുവിനെ വിട്ടേച്ചു പോകത്തില്ല. പക്ഷേ ഞാൻ ഒന്നുകൂടെ കടത്തി അങ്ങോട്ട് പറഞ്ഞോട്ടെ. ഒരു ആക്സിഡന്റ് വന്നെന്ന് കരുതിയോ, ഒരു കാല് മുറിച്ചെന്ന് കരുതിയോ, ഷുഗർ വന്നെന്ന് കരുതിയോ, ക്യാൻസർ വന്നെന്ന് കരുതിയോ, ഡയാലിസിസ് ചെയ്യേണ്ടി വന്നെന്ന് കരുതിയൊന്നും നമ്മളെപ്പോലുള്ള ഒരു കർത്താവിന് വിട്ടേച്ച് പോകത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? പലതും നമ്മൾ അനുഭവിച്ച ഇവിടം വരെ എത്തിയത്, കഠിനമായ പരിശോധനകളും കഠിനമായ നിന്ദകളൊക്കെ സഹിച്ച ഇവിടം വരെ നമ്മൾ എത്തിയത്. അതുകൊണ്ട് പിശാചുടെ കാര്യം അറിയാം. ഈ ഇരിക്കുന്ന വമ്പന്മാരെ വീഴ്ത്താൻ ഇനി ചെറിയ പരിപാടിയൊന്നും നടക്കത്തില്ല. നടക്കുന്നൊരു പരിപാടി പറയാം. ഗുണമുണ്ടായാലും ഇല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സ് പൊടിയുന്ന ഒരു സ്ഥലമുണ്ട്, ഞങ്ങളുടെയൊക്കെ ചങ്ക് പിടയുന്ന ഒരു സ്ഥലമുണ്ട്. അത് തലമുറകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോഴാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ കിടന്നുറക്കമില്ല നമുക്ക്. അതുകൊണ്ടല്ലേ മകനെ തന്നെ ചോദിച്ചത് അബ്രഹാമിനെ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയത്. പിശാചൊരു കാര്യം മനസ്സിലാക്കി, യോയ് വാറക്കിലെ നിന്റെ പ്രസംഗം നിർത്താൻ രോഗം തന്നാൽ ഒക്കത്തില്ല, കഷ്ടത തന്നാൽ ഒക്കത്തില്ല, പട്ടിണി തന്നാൽ ഒക്കത്തില്ല, പക്ഷെ നിന്റെ പിള്ളേരെ ഞാൻ പിടിച്ചാൽ നീ വീഴുമെന്ന് എനിക്കറിയാം. കാരണം പിള്ളേർക്ക് നാം പഴയ പോലത്തെ പാട്ടില്ല, പ്രാർത്ഥനയില്ല, നമ്മളെപ്പോലെ വില കൊടുത്തവരല്ല, അവര് പെന്തക്കോസ്തുകൾ ജനിച്ചു വളർന്നവരല്ലേ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെയും ദൈവമക്കളെയും പ്രാർത്ഥിച്ചു മാത്രം മുന്നേറിയ ദൈവമാതാപിതാക്കളെയും ഒക്കെ വീഴ്ത്താൻ പിശാച് കണ്ടുപിടിച്ച ഒരു ആയുധമാണ് തലമുറകൾ. അതുകൊണ്ട് തലമുറകളെ, ഞങ്ങൾ 43 കൊല്ലം ഉയർത്തിപ്പിടിച്ച ഈ വേദപുസ്തകം, ഞങ്ങൾ 50 കൊല്ലം ഉയർത്തിപ്പിടിച്ച ഈ യേശുവിനെ, യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് അന്തസ്സോടെ പറഞ്ഞ് ജീവിച്ച ഞങ്ങളെ നാണം കെടുത്തി ഞങ്ങളെ മൂലക്കിരുത്തുവാൻ നിങ്ങളെ കയ്യിൽ ആയുധമായി പിശാച് ഉപയോഗിക്കാൻ വെല്ലുവിളിച്ചാൽ, ഈ പുസ്തകമോർത്ത്, ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതമോർത്ത്, ഞങ്ങൾ വില കൊടുത്തതോർത്ത് ഞങ്ങളുടെ പ്രസംഗം നിർത്താതിരിക്കാൻ, ഞങ്ങളുടെ പാട്ട് നിന്നു പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കുവാൻ കഴിയും. യേശുവല്ലാതെ, യേശുവല്ലാതെ, ഏകരക്ഷകനല്ലാതെ, ഈ മാർഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളുമായിട്ടല്ലാതെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് വരാൻ ഇടയാകരുതെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ നമുക്ക് ഇടയിൽ ഉണ്ടാകട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന.
നിങ്ങൾക്കറിയാമോ? എനിക്ക് പറയാൻ സംഗതികളുണ്ടെങ്കിലും പറയുന്നില്ല. എൻ്റെ അറിവിൽപ്പെട്ട ഒത്തിരി ദൈവദാസന്മാരുടെ പ്രസംഗങ്ങൾ നിന്നുപോയിട്ടുണ്ട്. അവർക്ക് പ്രസംഗം അറിയില്ലാത്തതല്ല, ഇപ്പോഴും പ്രസംഗം അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഞാൻ നിർത്തി പാസ് എന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? ഞാനിനി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയാൻ കാര്യം എന്നാണെന്നറിയാമോ? തലമുറകൾ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാ. അതുകൊണ്ട് വല്ലാത്ത ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കുവാൻ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും ഒന്ന് കരമടിച്ച് ദൈവത്തോട് പറഞ്ഞ, കർത്താവേ, ഞങ്ങളുടെ സഭയ്ക്ക് അപമാനം വരുന്ന, പത്രത്തിൽ അപമാന വാർത്ത വരുന്ന ഒരു സംഭവം ഞങ്ങളുടെ തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കുവാൻ, ഞങ്ങളുടെ തലമുറകളെ നോട്ടമിടാതിരിക്കുവാൻ, പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ, ഇരുട്ടത്ത് ഞാനിന്മേൽ വില്ല് കുലച്ച് അസ്ത്രം തൊടുക്കുന്ന ദുഷ്ടന്റെ അമ്പുകൾ തലമുറയ്ക്ക് വരുന്ന പതിക്കാതിരിക്കുവാൻ ആത്മഭാരമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇഷ്ടമല്ലാത്ത ദൈവികതമല്ലാത്ത ബന്ധങ്ങളിൽ ചെന്ന് പെടരുത്. ഒന്ന് കണ്ണടച്ചേ ദൈവമക്കളെ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്നത്തെ ഈ പ്രസംഗത്തിൻ്റെ മുമ്പിൽ പാർശ്വങ്ങളെ, എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്ന ഒരാളുമലായിട്ടല്ലാതെ ഞാനൊരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയില്ലെന്ന് പറയാൻ വിശ്വാസമുള്ള, ചങ്കൂറ്റമുള്ള, തീരുമാനമുള്ള എത്ര യുവതി യുവാക്കന്മാർ ഈ മീറ്റിങ്ങിലുണ്ട്? എത്ര പേരുണ്ട്? എത്ര പേരുണ്ട്? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്, എന്നിട്ട് സ്തോത്രക്കാഴ്ച എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തേ മക്കളെ, ഒന്ന് സ്തോത്രം ചെയ്തേ, ഒന്ന് സ്തോത്രം ചെയ്തേ ശക്തിയോടെ. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തലമുറയ്ക്ക് മേൽ വട്ടമിട്ട് പറക്കുന്ന കഴുകൻ കണ്ണുകളെ കർത്താവേ, മതത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വ്യാജമായ സ്നേഹത്തിൻ്റെ പേരിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റിക്കളയുന്ന സ്നേഹബന്ധങ്ങൾ വ്യാപരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ഉള്ള ബന്ധനങ്ങളെ ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളതിനെ പൊട്ടിച്ചു മാറ്റുകയോ. അവർ കർത്താവിന്റെ മക്കളായിട്ട് തീരട്ടെ. കുറച്ച് വൈകിയാലും ദൈവർക്ക് നല്ല കുടുംബജീവിതങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കുന്നവരെ സഹായിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. നല്ലൊരു സ്തോത്രക്കാഴ്ച കൊടുത്ത് ഈ പ്രോഗ്രാമിന് നിങ്ങൾ അനുഗ്രഹിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരു ചായക്കടയിൽ 50-100 ടിപ്പ് കൊടുക്കാൻ ഒരു മടിയും കാണിക്കുന്നില്ലെങ്കിൽ സുവിശേഷ യോഗമാണ്. ഏറ്റവും നല്ല ഒരു ഓഫറിങ് നൽകി ഈ ആത്മീക സദുദ്യമത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നു. 2 പോയിന്റുകൾ പിന്നീട് ചിന്തിക്കും. ഓഫറിങ്ങിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. പാപം തീർക്കാൻ ധരയിൽ മനുജനായി പിറന്നൊരു മനുവേല. മനുജ പാപം തീർക്കാൻ ധരയിൽ മനുജനായി പിറന്നൊരു മനുവേല. സ്വർഗൈക സുഖങ്ങൾ സകലതും വെടിഞ്ഞു, സ്വർഗൈക സുഖങ്ങൾ സകലതും വെടിഞ്ഞു. ഇകത്തിലെ ശാപങ്ങൾ അകറ്റാൻ പ്രിയൻ പരത്തിലെ വാസം വെടിഞ്ഞു. മനുജ പാപം തീർക്കാൻ ധരയിൽ
മനുഷ്യനായി പിറന്നൊരു മനുവേല, മനുഷ്യ പാപം തീർക്കാൻ തറയിൽ മനുഷ്യനായി പിറന്നൊരു മനുവേല. അശരണർ അജപാലകനായി വന്നു, വടിയും കോലുമായി വഴി കാട്ടിടാൻ മുറവുകൾ പകർന്നു എന്നും നമ്മളിൽ നിത്യം വാണു. മനുഷ്യ പാപം തീർക്കാൻ തറയിൽ മനുഷ്യനായി പിറന്നൊരു മനുവേല, മനുഷ്യ പാപം തീർക്കാൻ തറയിൽ മനുഷ്യനായി പിറന്നൊരു മനുവേല. സ്വർഗൈക സുഖങ്ങൾ സകലതു വെടിഞ്ഞു, സ്വർഗൈക സുഖങ്ങൾ സകലതു വെടിഞ്ഞു, ഇഹത്തിലെ ശാപങ്ങൾ അകറ്റാൻ പ്രിയൻ പരത്തിലെ വാസം വെടിഞ്ഞു. മനുഷ്യ പാപം തീർക്കാൻ തറയിൽ മനുഷ്യനായി പിറന്നൊരു മനുവേല, മനുഷ്യ പാപം തീർക്കാൻ തറയിൽ മനുഷ്യനായി പിറന്നൊരു മനുവേല. മനോഹരമായൊരു പാട്ടായിരുന്നു. ഞാൻ പ്രതീക്ഷിച്ചു നിങ്ങളൊരു കൈയടി അദ്ദേഹത്തിന് നൽകുമെന്ന്. നമുക്ക് മൂന്നാമത്തെയും നാലാമത്തെയും ചിന്തകൾ പെട്ടെന്നൊന്ന് ചിന്തറിയിട്ടിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളൊരു പാട്ടിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ട് അല്ലേ? ശരി, അത് പാടി നമ്മൾ ഇന്ന് ആരാധിച്ചു പോകണം. പണ്ടൊക്കെ നമ്മൾ സുതിപ്പിൻ യേശുദേവനെ നല്ല പാട്ടൊക്കെ പാടിയിട്ടാണ് നമ്മൾ പിരിഞ്ഞു പോകുന്നത്. ഓക്കെ, യോഗം തീരുന്ന സമയത്ത് ആളുകൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറയുമ്പോഴേക്കും നിങ്ങളിങ്ങനെ, നമ്മുടെ ഇടയിലൊക്കെ ഒരു സ്വഭാവമുണ്ട്, ഉടനെ ആളുകൾ പുറകോട്ട് നോക്കും. എന്തിനാണ് പുറകോട്ട് നോക്കുന്നതെന്ന് എനിക്കറിയാമില്ല. ഭാര്യ എന്നെ ഇട്ടേച്ച് പോയോ എന്നറിയാനാണോ, ഭർത്താവ് എന്നെ ഇട്ടേച്ച് പോയോ എന്നറിയാനാണോ? ആരും ഇട്ടേച്ച് പോകില്ല, അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളവിടെ നെല്ല് സമാധാനമായിട്ടൊന്ന് ആരാധിച്ചെന്ന് 3-ാം ദിവസമല്ലയോ? നാളെ ഈ ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് ഇല്ല. സ്തോത്രം. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തെ കാര്യം വളരെ ലളിതമായിട്ടാണ് ഞാൻ ചിന്തിച്ചത്. ഒന്നാമത്തെ കാര്യം എന്താണ്? ലോകയുടെ കാലഘട്ടത്തിൻ്റെ ഒന്നാമത്തെ തിന്നും കുടിച്ചും വിറ്റും നട്ടും പോരുന്ന ഒരു കാലമായിരുന്നു. അത് ഇന്ന് ഉണ്ട്, ഒരു തർക്കവുമില്ല. അധ്വാനിക്കാൻ യാതൊരു മനസ്സുമില്ല. എൻ്റെ കൂട്ടുകാരൻ്റെ സ്ഥിതി, ഞാൻ പണ്ടെൻ്റെ നാട്ടിൽ ചെന്നപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യ ഒന്നിച്ച് പറഞ്ഞു, പാസ്റ്റർ അച്ചായൻ്റെ കൂടെ പഠിച്ചതല്ലയോ? ഞാൻ പറഞ്ഞു അവനൊക്കെ മിടുക്കനല്ലേ, ഞാനന്ന് ഏറ്റവും പഠിക്കാൻ മോശമായിരുന്നു. എൻ്റെ പാസ്റ്ററെ അച്ചായനോട് ഇന്ന് പ്രാർത്ഥിക്കണം,
ഞാൻ ചോദിച്ചു എവിടെ പോയേക്കുക? ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയേക്കുക. ഞാൻ പറഞ്ഞു മിടുക്കനാണല്ലോ. എന്ത് മിടുക്കൻ? ആ റോട്ടിൽ കാണുന്ന 10 സെൻറ്റ് വിറ്റേജാണ് ദുബായ് ഫെസ്റ്റിവൽ കാണാൻ പോയിരിക്കുന്നത്. അപ്പം അപ്പനായിട്ട് ഉണ്ടാക്കിയ 10 സെൻറ്റ് വിറ്റേജാണ് ഈ പുള്ളി ദുബായ് ഫെസ്റ്റിവൽ കാണാം. അതുകൊണ്ട് ഇവിടെ ആർക്കും അധ്വാനിക്കാൻ മനസ്സില്ലെന്ന്, അതാണത്തൊരു സ്ഥിതി എന്ന് പറയുന്നത്. എന്തിനേറെ സുവിശേഷ വേലയ്ക്ക് പോലും ഇപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ പിള്ളേരെല്ലാം എവിടേക്ക് പോകുക എന്നൊക്കെ ഞാനിനി പറയണോ? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അല്ലേ? എല്ലാവരും വിദേശത്തേക്കാണ് പോകുന്നത്. എന്തിനാ വിദേശത്തേക്ക് പോകുന്ന അറിയാമല്ലോ? എങ്ങനെയും 10 കാശ് ഉണ്ടാക്കണം കേട്ടോ. ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. എങ്കിലും ഈ നേഴ്സിങ്ങിന് വിടുമ്പം ഈ 2-3 പിള്ളേരൊക്കെ ഉള്ളതിനെ എല്ലാത്തിനെയും കൊണ്ട് കെട്ടിപ്പറക്കി ഇങ്ങനെ നേഴ്സിങ്ങിനും വിടാതെ ഒരെണ്ണത്തെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. വേണ്ട, ഒരെണ്ണം മിണ്ടണ്ടോ നോക്ക്. വേണ്ടോ? ഒരെണ്ണം മിണ്ടുന്നില്ല. സ്വത്രം. അപ്പം അതുകൊണ്ട് വിറ്റും നട്ടും നിന്നും കുടിച്ചും പോരുന്ന കാലം. 2 എന്താണ് നമ്മൾ ചിന്തിച്ചത്? ഇഷ്ടമുള്ളവരെ കല്യാണം കഴിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് അങ്ങനെ ഇല്ല. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപരാകാതിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ പറ്റത്തുള്ളൂ എന്നുള്ള വസ്തുത മനസ്സിലാക്കണം. 3-ാമത്തെ കാര്യത്തിലേക്ക് വരാം. എന്താണ് 3-ാമത്തെ കാര്യം? നോഹയുടെ പ്രസംഗം ആരും അനുസരിച്ചില്ല. അതൊരു വലിയ പ്രശ്നമാണ്. എത്ര കൊല്ലമാണ് നോഹയപ്പച്ചൻ പ്രസംഗിച്ചെന്നറിയാമോ? ഏകദേശം ആളുകൾ പറയുന്ന 1 നൂറ്റാണ്ടെന്ന്, 100-ലധികം വർഷമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നേ, ഞാൻ നോഹപ്പച്ചനെ ഓർത്തൊരു ബിഗ് സല്യൂട്ട്. സ്വർഗത്തിലെങ്ങാനും ചെല്ലാൻ ഭാഗ്യം ഉണ്ടായാൽ 1-2 പേരെ കാണുമ്പോൾ എനിക്ക് കെട്ടിപ്പിടിക്കണമെന്നും എനിക്ക് സല്യൂട്ട് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ? അബ്രഹാം അപ്പച്ചനെ കണ്ടിട്ട് വേണം ഒരു സന്തോഷത്തോടെയൊക്കെ ഒന്ന് അടുത്തേക്കൊക്കെ ഒന്ന് ചെല്ലാനായിട്ടില്ലേ? അതുപോലെ ഇയ്യോബിൻ്റെ കൂടെ ഇരുന്നൊരു 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഒരു ആഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? അവിടെ ഉപവാസം പ്രാർത്ഥനയൊന്നും ഇല്ലെങ്കിലും യോഹന്നാൻ സ്നാപകനെയും ഏലിയാവിനെയൊക്കെ കണ്ടു കഴിയുമ്പോൾ കൂടെ നടന്ന് 2 മുദ്രാവാക്യം വിളിക്കാനൊക്കെ ഒരാവശ്യം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. യോഹന്നാനെ കാണുമ്പോൾ നെഞ്ചോട് ചാഞ്ഞിരുന്ന് എങ്ങനെയാ സ്റ്റെതസ്കോപ്പിൽ പിടിച്ചെടുത്തത് ആ സ്പന്ദനങ്ങൾ എന്നൊക്കെ ചോദിക്കാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാകൂലേ? ചില സംശയങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെ പൗലോസിനെ പോലെ ആരാ ഉള്ളത്? തീരാത്ത സംശയങ്ങൾ അവിടെ നമുക്ക് ചോദിക്കാൻ മേലേ. അതുപോലെ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടെങ്കിലും യേശുവിനെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതൊരു സത്യമാണ്. ഏറെ നാളായി കാണുവാൻ ആശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ്സോടെ ഞാൻ കാണുന്ന നേരം ആ തിരുമാറിവിൽ ചാരുകയല്ലാതെ വേറെ ഒന്നും പറയാനുണ്ടാവില്ല എന്നാണ് പാട്ടുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നോഹയെ ഒന്ന് കൈപിടിച്ച് കുലുക്കണം. കാരണം എൻ്റെ പൊന്നച്ച ഇതെങ്ങനെ സാധിച്ചു? 100 കൊല്ലം ഒറ്റ വിഷയം. അതാ ഈ പറഞ്ഞു വരുന്നത്, ഒറ്റ വിഷയം. ഇപ്പം ഞങ്ങളൊക്കെ ഞാനിവിടെ അദ്ദേഹം എന്തോ പ്രസംഗിച്ച് മഴ വരാൻ പോകുന്നു, പെട്ടകം പൊങ്ങാൻ പോകുന്നു, അതിനകത്ത് കയറിക്കോ. വേറെ വല്ലതും പുള്ളിക്ക് പ്രസംഗിക്കാനുണ്ടോ? ഇല്ലയെന്ന്. അപ്പം നമുക്ക് എത്ര വിഷയമുണ്ട്. ഇപ്പം ഞാനിവിടെ എന്തോ പ്രസംഗിക്കുന്നത്? ഇന്നലെ പ്രസംഗിച്ചു അന്ത്യ നാഴിക, ഇന്നെന്തോ പ്രസംഗിച്ചു അന്ത്യകാലം. നിങ്ങൾ ചിന്തിച്ചു അടുത്ത വർഷം ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ വിളിക്കാം. 2 ദിവസം കൊടുക്കണ്ട, 1 ദിവസം കൊടുത്താൽ മതി, വലിച്ചു നീട്ടും. 2 ദിവസം നിങ്ങൾ വിളിച്ചു എന്നിരിക്കട്ടെ. സപ്പോസ് ഉദാഹരണമാണ്. ഞാൻ അടുത്ത വർഷം വന്നിച്ച് പറയുകയാണ് നമുക്ക് ഇന്ന് അന്ത്യകാലം എന്ന വിഷയം പ്രസംഗിക്കാം എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ പറയും? ഇത് കഴിഞ്ഞ കൊല്ലം പ്രസംഗിച്ചതാണല്ലോ, ഇങ്ങേർക്ക് വല്ല അൽഷിമേഴ്സിന് രോഗം വന്ന് കാണുമായിരിക്കും. എന്തായാലും വന്നതല്ലേ, പ്രസംഗിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കും. പിറ്റത്തെ കൊല്ലം ഞാൻ വരികയെന്നിരിക്കട്ടെ, ഞാൻ അടുത്ത വർഷം വന്നിച്ച് പറയുകയാണ് ഇന്നത്തെ പ്രസംഗ വിഷയം അന്ത്യകാലം, അന്ത്യനാഴിക. അതോടുകൂടെ ഒരു കാര്യത്തിന് തീരുമാനമാകും. എൻ്റെ വിളപ്പിൽ ശാലയിലേക്കുള്ള വരവിൻ്റെ അന്ത്യകാലമായിരിക്കും അത്. പിന്നെ ഞാൻ ഒരിക്കലും ഇങ്ങോട്ടേക്കൊന്നും വരേണ്ടി വരില്ല എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ ഈ പ്രസംഗമൊക്കെ യൂട്യൂബിൽ കേൾക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ ചിലപ്പോൾ എനിക്ക് കമൻ്റ് ഇടും, ഇത് നേരത്തെ പ്രസംഗിച്ച വിഷയമാണല്ലോ, പുതിയ വിഷയമൊന്നുമില്ലേ എന്നൊക്കെ ചോദിച്ച ആളുകൾ കമൻ്റ് ഇടാറുണ്ട്. ഈ ചിലപ്പോൾ ഞങ്ങളെ കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഒരാൾ ഒരു ദൈവദാസൻ്റെ കുടുംബത്തിൽ അവർ ചോദിച്ചു, പാസ്റ്റർക്കൊക്കെ എന്നാ സുഖമാണ്, ഒരു പ്രസംഗമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നടക്കാം. കണ്ടോ, കളിയാക്കുന്ന രീതി ഉണ്ടോ? ഒരു പ്രസംഗമുണ്ടെങ്കിൽ ലോകം മുഴുവൻ നടക്കാം. ഞാൻ തമാശയ്ക്ക് പറഞ്ഞു, ശരിയാ സഹോദരിയുടെ ഭർത്താവിന് ഒരു പ്രസംഗം പോലും ഇല്ലാത്തത് കൊണ്ടാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത്. തമാശ പറയാൻ പറ്റിയ ആളുകളായതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കരുത്. പ്രിയപ്പെട്ടവർ, ഒരു പ്രസംഗമൊക്കെ ഉണ്ടാക്കാൻ വലിയ പാടാണെന്നേ, വലിയ ബുദ്ധിമുട്ടാണെന്നേ. ഒരു കൊച്ചിന് നമ്മൾ പേരിടുന്ന പോലെയാണ് ഞാനൊക്കെ ഒരു പ്രസംഗത്തിന് പേരിടുക. കാരണം അതൊക്കെ അന്ത്യകാലം, അന്ത്യനാഴിക, അല്ലെങ്കിൽ നിൻ്റെ മേൽവിലാസം മാറ്റുന്ന
തരും എന്നൊക്കെ പറഞ്ഞ് എത്ര പ്രാർത്ഥിച്ചിട്ടാണെന്നറിയാമോ? ഈ വിഷയത്തിന് മടുപ്പില്ലാത്ത കാര്യമാണ് ഞാനീ പറയുന്നത്. നോഹയോട് വിളപ്പിൽശാലക്കാർ ചോദിച്ചു, പച്ച എന്തോ അവിടെ നില്ല്, നിന്നു. എന്തോ വരുമെന്നായി പറയുന്നത്? മോനെ മഴ വരും. അച്ഛാ മഴ കണ്ടിട്ടുണ്ടോ? മഴ കണ്ടിട്ടില്ല. ഇല്ല, കാരണം അന്ന് വരെ മഴ പെയ്തിട്ടില്ല. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങിയാണ് നനച്ചുകൊണ്ടിരുന്നത്. എങ്ങനെയാ പൊങ്ങുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. എന്നെ മഞ്ഞ് വന്ന് വീഴുകയല്ലയോ? പദങ്ങളൊക്കെ സൂക്ഷിച്ച് പഠിച്ചിട്ട് വേണം പറയാനായിട്ട്. മഞ്ഞ് പൊങ്ങിയാണ് നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചോദിച്ചു, വിളപ്പിൽശാലക്കാർ ചോദിച്ചു, അപ്പച്ച എന്തോ വരുമെന്നാണ് പറയുന്നത്? മക്കളെ മഴ വരും. അപ്പച്ച മഴ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. അപ്പച്ച ഒരു കാര്യം പറഞ്ഞേക്കാം, പ്രായത്തെ ഞങ്ങളങ്ങ് മാനിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് നടക്കരുത് കേട്ടോ. ഇതുവരെ കാണാത്തൊരു സാധനം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സംഗതി വരൂന്നും പറഞ്ഞിങ്ങനെ ഒരു ഭ്രാന്ത് പിടിച്ചവരെപ്പോലെ ഇങ്ങനെ പ്രശ്നം നടക്കരുത് കേട്ടോ. ഒരു കാര്യം ഞങ്ങൾ അങ്ങോട്ട് പറയും, ഒരു പ്രായത്തെ ഭ്രാന്ത് ഞങ്ങളങ്ങ് നടക്കുക. ഒരർത്ഥത്തിൽ നമുക്കൊക്കെ വട്ടാണെന്നല്ലേ ആളുകൾ പറയുന്നത്. കാരണം നമ്മളെന്തോ പറഞ്ഞത്, യേശു വരാൻ പോകുന്നു, കുറേ കൊട്ടിയും പണി നടക്കുന്നതിന് മേളിലോട്ട് പോകും, അല്ലാത്തവൻ താഴോട്ട് പോകും. ഇതൊക്കെ ആരും നമുക്കൊക്കെ ഒരു പണ്ട് KB സൈമൺ സാറ് ഈ നോഹയെ കളിയാക്കിയ കാര്യം വേദവിഹാരം എന്ന കവിതയ്ക്കകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നോഹയെ നോക്കിയിട്ട് ആളുകൾ പറയുക, ഇവൻ്റെ തലയുടെ സ്ക്രൂ 1-2 അഴിഞ്ഞിട്ടുണ്ട്, എണ്ണ തേച്ചു കൂടി 2-3 ഭംഗിയായി ചെയ്തിടുകിൽ കുറേയൊക്കെ മാറും ഈ ചെറുപറ പറച്ചിലും. മനുഷ്യനായാൽ മണ്ടയിൽ തലച്ചോറ് വേണ്ടേ? വല്ല ഗുണ്ടാമണ്ടിയും ഒപ്പിച്ചിടുമെന്നാണ് ഇയാൾക്ക് വട്ടാണെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ നോക്കിയിട്ടും ആളുകൾ പറയുന്ന ഊളന്മാരുന്ന വട്ടന്മാരുന്ന യാതൊരു ബോധവും പൊക്കടവും വിവരമില്ലാത്തവരെന്ന നമ്മളെക്കുറിച്ചൊക്കെ പറയുന്നേ. നമ്മുടെ ഒരുമാതിരി മട്ടും മാതിരിയും കണ്ടാൽ ഒരു അരവട്ട് പോലെ തോന്നുകയും ചെയ്യുന്ന ഞാൻ പ്രധാനം പറയാറ്. നമ്മൾ ഈ പാട്ട് പാടുകയും ആടുകയും ചുമ്മാ വന്നിരുന്ന് ചിങ്ങനെ ആടുകയൊക്കെ ചെയ്ത് കാണുമ്പം ഏതോ ഒരു പിരി ഇളകിയത് പോലെ നമ്മുടെ മൊത്തത്തിലുള്ള സംഭവങ്ങളൊക്കെ. കണ്ട വിളപ്പിൽശാല സിറ്റിയിലോട്ട് ഒരു പെങ്കൊച്ച് ഒന്നിച്ച് ഒറ്റയ്ക്ക് വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടായിരുന്നു. കിണറുംകരയിലേക്ക് ഉച്ചയ്ക്ക് വെള്ളം കോരാൻ പോവുക. അവിടെ ചെന്നപ്പോൾ യേശുവിനെ കണ്ടുപിട്ടി പറഞ്ഞു, നീ പോയി ചെന്ന് കെട്ടിയവനെ വിളിച്ചുണ്ട്. അങ്ങനെ ഞാൻ ഒരാളെ കണ്ടിട്ടില്ല. ഒടുവിൽ 26-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, കൊച്ചെ നിന്നോട് സംസാരിക്കുന്ന ഞാനാണ് മശിക. എൻ്റെ പൊന്നച്ച, ആ അലൂമിനിയത്തിൻ്റെ പാത്രം ആക്രിക്കടയിൽ കൊണ്ടു കൊടുത്ത 150 രൂപ കിട്ടിയതേ, അത് വേണ്ടാന്ന് വെച്ചിട്ട് അവൾ വേറൊരു പാത്രം കയ്യിലെടുത്തു. ആ പാത്രത്തിൻ്റെ പേരാ രക്ഷയുടെ പാനപാത്രം. ആർക്കറിയാം രക്ഷയുടെ പാനപാത്രം ഏതാണെന്ന്? ഈ പാത്രം കൊണ്ട് അവൾ ഒറ്റയ്ക്ക് പട്ടണത്തിലേക്ക് ചെല്ലുകയാണെന്ന്. എന്നാ പറയാൻ? സുവിശേഷം പറയാൻ. എന്തുവാ സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക. ആ യേശു മരിച്ചിട്ടില്ല, അവിടെ പച്ചയ്ക്ക് നിൽക്കുക. അപ്പം യേശു മരിച്ചിട്ട് വേണം, ഉയർത്തിട്ട് വേണം സുവിശേഷ പ്രസംഗം ആരംഭിക്കാൻ. അപ്പോഴാ യേശു പറഞ്ഞ ഗോ പ്ലസ് സ്പെൽ സമം ഗോസ്പെൽ, പോയി പറഞ്ഞോളാൻ പറയുന്നത്. യേശു പച്ചയ്ക്ക് നിൽക്കുമ്പം ഇവള് പരസ്യോഗം ആരംഭിച്ചെന്ന് അവൾ എന്നുവെച്ച് വിളപ്പിൽശാല ചെന്നിച്ച് പറയുക, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ പുരുഷൻ അവിടെ നിൽക്കുന്നുണ്ട്, വന്ന് കണ്ടോളാൻ പറഞ്ഞു. അപ്പം നട്ടുച്ചയ്ക്ക് ഒറ്റയ്ക്കൊരു സ്ത്രീ പരസ്യോഗം നടത്തിയാൽ ഒരു വട്ടെന്നല്ലാതെ നാട്ടുകാർ വല്ലതും പറയുമോ? പ്രിയപ്പെട്ടവര്, ആൾ ചോദിച്ചു, 14 എന്തോ പറ്റി, നിനക്ക് എന്തെങ്കിലും വെളിവുകേട് പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. വെളിവുകേടല്ലച്ച, ഇപ്പോഴാ ഒരു വെളിപ്പാട് കിട്ടിയത്. എന്നോട് സംസാരിക്കുന്ന അവനാണ് മശിക എന്നുള്ള വെളിപ്പാടാ കിട്ടിയത്. ശരിയായ വെളിപ്പാട് കിട്ടിയവരെ നാട്ടുകാര് ഭ്രാന്തന്മാരെന്നേ വിളിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവര്, ഞങ്ങൾക്ക് നാട് വേണ്ട, വീട് വേണ്ട, അങ്ങനെയുള്ള സംഭവങ്ങൾ ചിന്തിച്ചു കഴിയുമ്പം ഒരു ചെറിയ ഭ്രാന്ത് പോലെ ആത്മപൂർണൻ ഭ്രാന്തനാണെന്നും കൂടെ ദൈവത്തിന്റെ വചനമുണ്ടല്ലോ. നമുക്കൊക്കെ ഭ്രാന്തെന്ന് വിളിക്കാത്തത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ടാണെന്ന്. ശരിയായ നിലയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ടെന്ന് തന്നെ മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയട്ടെ, നോഹയ്ക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തില്ല. പറഞ്ഞു, അച്ഛാ ഇവിടെ എങ്ങാനും മഴ പെയ്തില്ലെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങളുടെ കാര്യം പറയാൻ പ്രിയപ്പെട്ടവര്. എന്തുവാ രാജൻ പാസ്റ്റേ ഈ വെള്ള ജുബായും ഷർട്ടും ഒക്കെ ഇട്ടോട്ട് ഇങ്ങനെ ചുമ്മാ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? കൊട്ടിയും പാടി നടക്കുന്ന കുറച്ചെണ്ണം മേലോട്ട് പോകും. ഞങ്ങൾ അവിടെ നിങ്ങൾ യേശുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സ്വർഗം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. നരകം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ക്രൂശ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. പിന്നെ എന്നതായി പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന നോഹയുടെ മറുപടി, ഞാൻ പ്രസംഗിക്കുന്നത് കണ്ടത് കൊണ്ടല്ല മക്കളെ. എൻ്റെ പ്രസംഗം കാഴ്ചയാലല്ല, എൻ്റെ പ്രസംഗം വിശ്വാസത്താലാ പ്രസംഗിക്കുന്നത്. ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, സ്വർഗം ഞങ്ങൾ കണ്ടിട്ടില്ല, നരകം ഞങ്ങൾ കണ്ടിട്ടില്ല, ക്രൂശ് ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പാണ്, യോഹന്നാൻ ആരെയാണ് പ്രസംഗിച്ചത് അവനെ അവൻ കണ്ടത്.
സംഭവിച്ചതുപോലെ, നോഹ എന്താണോ പ്രസംഗിച്ചത് അത് സംഭവിച്ചതുപോലെ ഈ രാജൻ പാസ് പ്രസംഗിക്കുന്നത്, ഈ മണിദാസ് പാസ് പ്രസംഗിക്കുന്നത്, ഞങ്ങൾ കവലയിൽ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ അത് സാങ്കല്പികമല്ല പ്രിയപ്പെട്ടവരെ. അത് പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞതല്ല. ഞങ്ങൾ പറഞ്ഞത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ യഹോവ അരുളി ചെയ്തു, അതങ്ങനെ തന്നെ സംഭവിക്കും, അതങ്ങനെ തന്നെ സംഭവിക്കും. യേശു വരുമെന്ന് പറഞ്ഞാൽ യേശു വരും, സഭ പോകുമെന്ന് പറഞ്ഞാൽ സഭ പോകും. ഇവിടെ എതിർ ക്രിസ്തു വരുമെന്ന് പറഞ്ഞാൽ വരും, സഹസ്രാബ്ദ വാഴ്ച ഉണ്ടാകും. വേദപുസ്തകത്തിന് മാറ്റമില്ലെങ്കിൽ, വചനത്തിന് മാറ്റമില്ലെങ്കിൽ, സത്യസഭയ്ക്ക് മാറ്റമില്ല, വചനത്തിന് മാറ്റമില്ല, ഞങ്ങൾ പറയുന്ന പ്രസംഗത്തിന് മാറ്റമില്ല, ഞങ്ങൾ പറയുന്ന പാട്ടുകൾക്ക് മാറ്റമില്ല. ഇന്ന് രാത്രിയിൽ വിളപ്പിൽ ശാലദേശ നിവാസികളെ ഞങ്ങൾക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ, യേശു വരാറായി. അച്ഛാ ലോകപ്പച്ച എന്തോ അതെ, എൻ്റെ അപ്പച്ചോടൊരു ബഹുമാനമൊക്കെ ഉണ്ട്, ഇത്ര പ്രായമുണ്ടല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാൻ കേട്ടോ, മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ കേട്ടോ, മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ, നാളുകൾ കൊണ്ട് പണിത് വെച്ചിരിക്കുന്ന പെട്ടകമാണ്, മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ 65 മൈൽ ദൂരമുണ്ട് കടലിലേക്ക് കേട്ടോ. വിഴിഞ്ഞത്തേക്ക് ഇവിടെ നിന്നുള്ള ദൂരമല്ല ഞാൻ ഉദാഹരണം പറയുന്ന, കടലിലേക്ക് എത്ര മൈൽ ദൂരമുണ്ട്? പെട്ടകം പണിത് വെച്ച സ്ഥലത്ത് നിന്ന് 65 മൈൽ ദൂരമുണ്ട്. മഴയെങ്ങാനും പെയ്തില്ലെങ്കിൽ അപ്പച്ചനെ ഞങ്ങൾ ശരിയാക്കും. ഈ പെട്ടകം ചുമന്നുകൊണ്ട് പോകാൻ ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരത്തില്ല. കാരണം യൂണിയൻകാരൻ നോക്കുകൂലി, അട്ടിമറിക്കൂലി, ആവശ്യപ്പെടുന്ന കൂലി, ഇരിപ്പ് കൂലി, ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ വരത്തില്ല. അപ്പച്ചൻ പറഞ്ഞ് പോടാ മോനെ വീട്ടിൽ പോ, ഞാൻ നിന്നെ വിളിക്കത്തില്ലടാ. എന്നോട് ദൈവം പറഞ്ഞതാണെങ്കിൽ, നീ പ്രസംഗിച്ചോളാം ദൈവം പറഞ്ഞതാണെങ്കിൽ, ആവേശത്തോടെ ഞങ്ങൾ പ്രസംഗിക്കുകയാണെങ്കിൽ ഈ പെട്ടകം ഞാൻ നിന്നെ കൊണ്ട് ചുമപ്പിക്കത്തില്ലടവേ. പിന്നെ വെള്ളം എങ്ങനെ വരുമെന്നറിയാമോ? കടലിൽ കിടക്കുന്ന വെള്ളത്തെ നീരാവിയായി പൊക്കിയെടുത്ത് കാർമേഘത്തിന്റെ മറവിൽ ഓർപ്പിച്ചു നിർത്തി ഒരു വടതിക്കാറ്റും തെന്നിക്കാറ്റും ചുഴലിക്കാറ്റും പെരുങ്കാറ്റും കൊടുങ്കാറ്റും അടുപ്പിച്ച് ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് ഇടവപ്പാതിക്ക് ഇടിവെട്ടി പെയ്യുന്ന മഴ പോലെ, തുള്ളിക്കൊരുകുടം പെയ്യുന്ന തുലാവർഷം എന്ന പോലെ 40 രാവും 40 പകലും ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിർത്താതെ മഴ പെയ്യിച്ച് ഈ താഴ്വരയെ വെള്ളം കൊണ്ട് നിറച്ച് ഞാൻ പണിത പെട്ടകത്തെ ആരരാത്തിലെത്തിക്കുവാൻ ദൈവം ശക്തനാണെന്ന് ഞാൻ ചങ്കിനകത്ത് വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പറഞ്ഞ കാര്യം സംഭവിക്കും. വെള്ളത്തെ അവിടെ എത്തിച്ച് ഇവിടെ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇവിടുന്ന് പോയവൻ ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി കണ്ടതുപോലെ പോയതുപോലെ വരാമെന്ന് പറഞ്ഞ ഒറ്റ ഒരുത്തനുണ്ടെങ്കിൽ അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവല്ലാതെ മറ്റൊരുവൻ ഉലക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയുമെന്നേ. ഞങ്ങൾ മാറ്റില്ല, ഞങ്ങൾ മാറ്റില്ല, ഞങ്ങൾ പ്രസംഗ വിഷയം മാറ്റില്ല, ഞങ്ങൾ വേദപുസ്തകം മാറ്റില്ല, ഞങ്ങൾ വചനം മാറ്റില്ല, ഞങ്ങൾ സുവിശേഷ പ്രസംഗം മാറ്റുകയില്ല, ഞങ്ങളുടെ പ്രാർത്ഥന നിർത്തുകയില്ല, പ്രസംഗം നിർത്തുകയില്ല, മാറ്റത്തില്ല. ചെല്ലു ചോദിക്കും, പണ്ട് ആരാളെ ചോദിച്ചു പോലെ, നിങ്ങൾക്ക് മടുക്കുന്നില്ലേ? എപ്പോഴും ഈ പാട്ടും പാടി എപ്പോഴും പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു മടുപ്പില്ലേ? ശരിയല്ലേ? നിങ്ങൾക്കൊരു മടുപ്പില്ല? 24 മണിക്കൂറും ഒരു പാട്ട് തന്നെ പാടി പ്രാർത്ഥിച്ചു നിങ്ങൾക്കൊരു മടുപ്പില്ലേ? പണ്ടൊരു പ്രസംഗം ചോദിച്ചതാണ്, ശ്വാസം വലിച്ചിട്ട് മടുക്കുന്നുണ്ടോന്ന്. ഇല്ലല്ലോ. തിന്നിട്ട് മടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെ ഇതെങ്ങനെ മടുക്കുന്നത്? ഞാൻ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കേട്ടോ. മടുപ്പുള്ള പല കാര്യമുണ്ട്. ചുമ്മാ ഒരു ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ, ഉള്ളിലിടും ഒന്നും പൊട്ടരുത്, ചുമ്മാ ചോദിക്കുന്നത്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, എന്തോ പറഞ്ഞത്? ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഭാര്യ മതിയോ ഇപ്പോഴുള്ള ഭർത്താവ് മതിയോ? ലഡു പൊട്ടിക്കഴിഞ്ഞു. ആശയല്ലേ? നമ്മൾ പറയും എൻ്റെ പൊന്നു പാസേ അടുത്ത ജന്മം, ഈ ജന്മം തന്നെ ഈ ഏടാടുകളെ കൊണ്ടുനടക്കുന്നതിൻ്റെ വിഷമം എന്താണെന്ന്. ഈ ഓണത്തിനെങ്കിലും പ്രഷർ കുക്കർ എക്സ്ചേഞ്ച് മേളയ്ക്ക് വരും, ഇതുങ്ങളെ മാറുന്നൊരു മേള വരുമെന്നാണ് വിചാരിച്ചത്, വന്നിട്ടില്ല. അല്ല, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഇപ്പോഴുള്ള മാതാപിതാക്കൾ മതിയോ മക്കളെ? ചോദ്യം. അവർ പറയും ഭാഷ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ കഴിവും ബോധവും ബുദ്ധിയും വിവരവുമില്ലാത്ത 2 ജന്തുക്കൾ, അവരുടെ പേരാണ് അപ്പനും
ഉണ്ടോ? പപ്പ മമ്മി എന്നൊക്കെയാണോ വിളിക്കുന്നത്? അല്ല, കേന്ദ്ര മുതൽപ്പിടി മെയിൻ സ്വിച്ച് ATM കാർഡ് അപ്പൻ്റെ പേരാ. ഉണ്ട്. പപ്പയുണ്ടോ? ഇല്ല. കാർഡുണ്ടോ? ഉണ്ട്. അത് മതി. അപ്പനില്ലേലും വേണ്ടില്ല, കാർഡ് മതി. ഉണ്ട്. അപ്പൊ അടുത്ത ജന്മത്തിൽ രണ്ടുനാൾ ഒരു അമ്മ പറഞ്ഞു, ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ലടാ. അത് നോക്കിച്ച് പറഞ്ഞു, എൻ്റെ അമ്മയെ ഫോൺ തിരിച്ചാ പിടിച്ചിരിക്കുന്നത്, മറിച്ച് പിടിക്കാൻ. അപ്പം ഈ ബോധമില്ലാത്തവരാ നമ്മൾ. സത്യമല്ലേ? നമുക്കിപ്പോൾ ഈ വാട്സാപ്പിനകത്തൊക്കെ ഒരു മെസ്സേജ് അയക്കാൻ അത്യാവശ്യം അറിയാമെന്നുള്ളതല്ലാതെ വേറെ വല്ലോ കുന്നോ കുടച്ചൊക്കെ അറിയാമോ? അറിയത്തില്ല. ഈ പിള്ളേരെ കൈ കൊടുത്ത് അവൻ 5 മിനിറ്റുണ്ട് അവൻ്റെ പരിപ്പെടുത്ത് കൈ തരും. അറിയാമോ? അപ്പം നമുക്ക് വല്ലതും അറിയാമോ? നമുക്കൊന്നും അറിയത്തില്ല. അപ്പം അവർ പറയുന്നത് ഈ ബുദ്ധിയില്ലാത്ത ബോധമില്ലാത്ത കഴുതകളെ പോട്ടെ. അപ്പം ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഷാരൂഖ് ഖാൻ്റെ, മമ്മൂട്ടിയുടെ, അസിം പ്രേംജിയുടെ, രത്തൻ ടാറ്റയുടെ, അങ്ങനെ ലോകത്തിൽ പ്രശസ്തരായ ആളുകളും മക്കളെ എനിക്ക് എന്താ കുഴപ്പം? എൻ്റെ പൊന്നുമക്കളുടെ കാര്യം പറയാട്ടോ, നിങ്ങളുടെ കാരണന്മാർക്ക് അത്ര കാണാൻ ഭംഗിയില്ലെന്നൊരു തോന്നലാണ്. അതും കൂടെ ഞാൻ പറയാൻ കേട്ടോ. എൻ്റെ അമ്മ പ്രായമുള്ള ആൾ 82-81 വയസ്സൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ നോക്കുമ്പോൾ വലിയ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, അതൊരു സത്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്ത് അമ്മയുടെ ഒരു ചെറുപ്പത്തിലെ ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടി. എന്നാ സൗന്ദര്യമാണെന്നറിയാമോ? അവൻ്റെ വാച്ചൊക്കെ കിട്ടി, ഇങ്ങനെ കുടയൊക്കെ പിടിച്ച് ഒരു ഫോട്ടോ. ഞാൻ പറഞ്ഞു, ഇത് ശോശാമ്മ തന്നെയാണോ? പിന്നെ അല്ലാണ്ട് ആരടാ? ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഗ്ലാമറാണല്ലോ. അങ്ങനെയാടാ ഞാനൊക്കെ ഇരുന്ന്. ഇപ്പോൾ ഒരു കുട്ടിക്കുറേ ഇങ്ങോട്ടിട്ടാ കൊട്ടുകേല. അപ്പം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ നിങ്ങളുടെ കാരണന്മാരോട് ഈ പിള്ളേരോടാ പറയുന്നത്. നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യമുള്ളൊരു സമയം ഉണ്ടായിരുന്നു. എപ്പോഴാത്? നിങ്ങളുടെ പ്രായത്തിൽ. നിങ്ങളുടെ പ്രായത്തിൽ. ഒന്നുകൂടെ പറയാം, നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു എന്നുള്ളത് തെളിവുണ്ട്. എന്താ തെളിവ്? നിങ്ങൾ തന്നെ. അതെങ്ങനെയാണ് പാസ് അറിയുന്നത്? ഉത്തരം പറയാം. നിങ്ങളുടെ കാരണന്മാർക്ക് നിങ്ങളെക്കാൾ സൗന്ദര്യമുണ്ടായിരുന്നു എന്നുള്ള തെളിവാണ് നിങ്ങൾക്ക് ഇത്രയെങ്കിലും ഒരു ഓഞ്ഞ മോന്ത കിട്ടിയത്. മനസ്സിലായോ? അതാ അതിൻ്റെ സത്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഓർത്തോളണം, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ മാതാപിതാക്കന്മാരെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, ജീവിത പങ്കാളികളെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം, അതുപോലെ മക്കളെയും ഒക്കെ മാറ്റാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടേക്കാം. വിളപ്പിൽ ശാല മുഴുവൻ ഇന്ന് രാത്രി കടപൂട്ടിയാലും കേട്ടേച്ചേ പോകാവുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചൊരു കാര്യം പറയാൻ പോവുക, നിങ്ങൾ പ്രതികരിച്ചോളണം. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ, മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ നിങ്ങൾ ആരാധിക്കുന്ന, ഇപ്പോൾ നിങ്ങൾ സേവിക്കുന്ന ഈ യേശുവിനെ തന്നെ മതിയോ നിങ്ങൾക്ക് ദൈവമായിട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ ഒന്ന് കരമടിച്ച് പ്രതികരിക്കണം. വെളുപ്പൽശാലയോട് ഞങ്ങൾ പറയുകയാണ്, ഒരു ജന്മമല്ല 1000 ജന്മം ലഭിച്ചാലും യേശുവല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവത്തെ വേണ്ട എന്ന് അഭിമാനത്തോടെ പറയുന്നവർ ആ കരമൊന്നടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. പകരം വെക്കാനില്ലാത്ത നേതാവാണ്. അതാണ് യേശു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എത്ര പ്രസംഗിച്ചാലും നോഹയ്ക്ക് മടുത്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ രാജൻ പാസ്റ്ററോട്, യേശുവിനെ പ്രസംഗിച്ച മടുത്തോ? ഇനി മടുക്കുമോ? ചത്താലും മടുക്കുകയില്ല. അനങ്ങാതിരിക്കും നിങ്ങളുടെ കാര്യമാക്കണ്ട. സ്തോത്രം. മണിദാസ് പാസ്റ്റർ മടുത്തോ? യേശുവിനെ പ്രസംഗിച്ച് മടുത്തോ? ഞാൻ മടുത്തിട്ടില്ല, ഇനിട്ട് മടുക്കത്തുമില്ല. സ്തോത്രം. അത്ര മാധുര്യവാനാണ് യേശു. സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് മടുക്കുന്ന വിഷയമില്ലെന്ന്. സ്തോത്രം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നത് കൊണ്ട്, ഈ നോഹ പ്രസംഗിച്ചിട്ട് ഒരാൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും അവൻ്റെ പ്രസംഗത്തിന് യാതൊരു മടുപ്പുമില്ല. 3 രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ യോഗം നടത്തിയിട്ട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ഒരുപക്ഷെ ലക്ഷങ്ങളോ അപ്പുറത്തോ കടന്നുപോയേക്കാവുന്ന ചിലവുണ്ടായെങ്കിലും നിങ്ങളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന ഞങ്ങളുടെ ആഗ്രഹം. സഭയാകുന്ന പെട്ടകത്തിൽ കയറണമെന്ന ആഗ്രഹം. കയറിയില്ല എന്ന് കരുതി
ഞങ്ങൾ യോഗം അവസാനിപ്പിക്കത്തില്ല, കേറിയില്ലെന്ന് കരുതി ഞങ്ങൾ പ്രാർത്ഥിക്കാതിരിക്കത്തില്ല, കേറിയില്ലെന്ന് കരുതി ഞങ്ങൾ പാടാതിരിക്കത്തില്ല. അടുത്ത കൊല്ലോ ഞങ്ങൾ വരും കേട്ടോ. സംഭാവന കൊടുത്തില്ലെങ്കിലും ക്രിസ്തുമസകരോട് പിറ്റത്തെ കൊല്ലം വരുന്ന പോലെ നിങ്ങൾ ആരും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഞങ്ങൾ പിന്നെയും പറയും. കാരണം ഞങ്ങളുടെ ഉത്തരവാദിത്വമായത്, ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച നിയോഗമാണിത്. ഒരാളെങ്കിൽ മറ്റൊരാൾ പറഞ്ഞിരിക്കും. നിങ്ങൾ കണ്ടോ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു പ്രസംഗം ആരംഭിച്ചു. വായിച്ചിട്ടുണ്ടോ? എന്താ യോഹന്നാൻ പ്രസംഗിച്ചത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ. അതേ പ്രസംഗമായോ യേശു പ്രസംഗിക്കുന്നത്? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടും. അർത്ഥം എന്നാ? യോഹന്നാനെ നീ വിട്ടോ, സ്റ്റാൻഡ് വിട്ടോ. പക്ഷേ നീ പ്രസംഗിച്ച പ്രസംഗം പ്രസംഗിക്കാൻ ഇവിടെ അടുത്ത ആളുണ്ടെന്ന്. 400 മീറ്ററിലെ ഓട്ടത്തിൽ പ്രീജ ശ്രീധരൻ ഉദാഹരണമാണ് കേട്ടോ. 3ാമത്തെ റൗണ്ടിൽ ഓടി വരുമ്പോൾ കാലൊന്നിടറി വീഴാൻ തുടങ്ങിയാൽ ഫൈനൽ ലാപ്പിൽ കുതിക്കാൻ നിൽക്കുന്ന സിനിമോൾ പൗലോസ് 2 അടി പിറകോട്ട് മാറി ആ ബാറ്റൻ പിടിച്ചു മേടിച്ച് കുതിച്ചു പാഞ്ഞ് പിറകിൽ നിന്ന് ഫിനിഷിംഗ് ലൈൻ കടക്കുന്ന പോലെ തന്നേക്കാൾ 6 മാസം മുമ്പ് പ്രായമുള്ള യോഹന്നാൻ നിത്യതയിൽ പോകുമെന്ന് അവന്റെ ആത്മാവിന്റെ ഉടമസ്ഥൻ കണ്ടപ്പോൾ ഇടറുന്നു എന്ന് തോന്നിയപ്പോൾ 10 അടി പിറകോട്ട് മാറി അവൻ പ്രസംഗിച്ച അതേ പ്രസംഗത്തിന്റെ ബാറ്റൻ യേശു പിടിച്ചു മേടിച്ചിട്ട് പറഞ്ഞു, പൊക്കോ, നമുക്ക് അവിടെ വെച്ച് കാണാം. യോഹന്നാൻ പറഞ്ഞു, ഇതാര് പ്രസംഗിക്കും? ഞാൻ പ്രസംഗിച്ചോളാം. ബാക്കി യേശു പ്രസംഗിച്ചു. കാലം തികഞ്ഞു, രാജൻ പാസ്റ്റർ മരിച്ചാൽ മണിദാസ് പാസ്റ്റർ പ്രസംഗിക്കും. മണിദാസ് പാസ്റ്റർ പ്രസംഗിച്ചാൽ മറ്റൊരാൾ വരും. വിളപ്പിൽ ശാലയിൽ ഞങ്ങൾ പറഞ്ഞ പ്രസംഗം അവസാനിക്കുകയില്ല, ഞങ്ങൾ പാടിയ പാട്ട് അവസാനിക്കുകയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അവസാനിക്കുകയില്ല. പ്രാർത്ഥിക്കുന്നവൻ മരിച്ചാലും പ്രാർത്ഥന അവസാനിക്കുകയില്ല. എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ ഇവിടെ വാങ്ങാറില്ല. ഏത് സാധനത്തിന്റെ മേലുണ്ട് ഇത് ഇത്ര ദിവസം കഴിയുമ്പോൾ അത് ക്യാൻസലാണ്, പിന്നെ അതിന് ക്വാളിറ്റി ഇല്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന് ഒന്നുകൂടെ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊന്നാലും അവന്റെ പ്രാർത്ഥന ഇവിടെ മരിക്കുകയില്ല. പ്രസംഗിക്കുന്നവനെ കല്ലെറിഞ്ഞു കൊന്നാലും പ്രസംഗം മരിക്കുകയില്ല. മരിക്കാത്ത പ്രസംഗം നടത്താൻ, മരിക്കാത്ത പാട്ട് പാടുവാൻ നിയോഗിക്കപ്പെട്ട ദൈവമകളെ കരമൊന്നുയർത്തി ഹല്ലേലൂയ പറയട്ടെ. ഇന്ന് രാത്രി നോഹ മടുത്തില്ല കേട്ടോ, അവൻ ശക്തമായി പ്രസംഗിച്ചു. ഇനി പ്രസംഗിച്ചതിൻ്റെ 4ാമത്തെ ഭാഗത്തേക്ക് നമുക്ക് നിർത്തണം, അല്ലേ? സമയമാകും. എന്താണ് പ്രസംഗം? ആര് കേട്ടില്ലെങ്കിലും, ആരും എല്ലാവരും കേട്ടെങ്കിലും ആരനുസരിച്ചില്ല. ഇല്ലെങ്കിലും മഴ പെയ്ത് പെട്ടകം പൊങ്ങിയെന്ന്. ഈ പെട്ടകം 2 കൂട്ടർക്ക് നിഴല, ഒന്ന് ക്രിസ്തുവിനും ഒന്ന് സഭയ്ക്കും. ക്രിസ്തുവിനും നിഴലാണ്, സഭയ്ക്കും നിഴലാണ്. എൻ്റെ അർത്ഥം എന്നാന്നല്ലോ മനസ്സിലായോ? ഗോഹർമരം മുറിച്ചത് താഴ്വരയിൽ, ആശാരി ചവിട്ടിപ്പിടിച്ചിരുന്നത് താഴ്വരയിൽ, അതിനെ കൊട്ടുവടി കൊണ്ട് അടിച്ചൊതുക്കിയത് താഴ്വരയിൽ, സ്കെയിൽ വെച്ച് അതിനെ അളന്ന് മുറിച്ചത് താഴ്വരയിൽ, അതിന് കീലും പശയും ഇട്ടത് താഴ്വരയിൽ, അതിന് ചിന്തേറിട്ടത് താഴ്വരയിൽ, അതിന് എല്ലാ പങ്കപ്പാടുകളും ചെയ്തത് താഴ്വരയിൽ, ഇതിനെ ഒതുക്കിയതും മുറിച്ചതും തേച്ചതും കുറിച്ചതും എല്ലാം താഴ്വരയിലാണെങ്കിലും അതിനെ ഉറപ്പിച്ചത് താഴ്വരയിലല്ല, അരരാത്തിന്റെ മുകളിലാണ്. യേശുക്രിസ്തുവിൻ്റെ സഭയ്ക്കും നിന്നയുള്ളത് ഈ വിളപ്പിൽ ശാലയിലാണ്. ഞങ്ങൾ വേദവസ്ഥ കടന്നു പോകുമ്പോൾ സ്വസ്ത്രം എന്ന് വേലിയിൽ ഓന്തിരിക്കുന്ന പോലെ ഞങ്ങളെ കളിയാക്കുന്നവരും ഒരുപക്ഷെ നാട്ടുകാരാ. രോഗമുള്ളത് ഈ ശരീരത്തിനകത്ത്, പ്രശ്നമുള്ളത് ഇവിടത്തെ പ്രശ്നമാ. പക്ഷെ ഞങ്ങൾ ഉറയ്ക്കുന്ന വിളപ്പിൽ ശാലയിൽ അല്ല, സഭ ഉറയ്ക്കുന്ന കേരളത്തിന്റെ അനന്തപുരിയിലല്ല, സഭ ഉറയ്ക്കുന്ന മലയാളക്കരയിലല്ല, സഭ ഉറയ്ക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലല്ല. ഒരുത്തനും കയ്യെത്തിപ്പിടിക്കുവാൻ കഴിയാത്ത ആരാധനയുടെ മുകളിൽ ഞങ്ങളെ ഉറപ്പിച്ച് നിർത്താമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തത്തിനായി ഇന്ന് രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിന്നെ ഉയരത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിനായി ദൈവത്തിന് സ്തോത്രം. എന്നാ പ്രസംഗമാ അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുക, 3 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. ഇന്ന് രാത്രി താണ്ടെ പാട്ടും പാടി പ്രാർത്ഥിച്ച് ഞങ്ങൾ പോവുക. വെളുപ്പിൽ ശാലക്കാരെ ഞങ്ങൾ പറയുന്നു, ഈ പെട്ടകത്തിന്റെ വാതിലിപ്പോഴും തുറന്നു കിടക്കുക.
കേറി വാ, ധൈര്യമായിട്ട് കേറിപ്പോരെ. പക്ഷേ നിങ്ങൾ കേറിയില്ല എന്ന് കരുതി ഈ പെട്ടകം പൊങ്ങത്തില്ലെന്ന് മാത്രം പറയരുത്. നിങ്ങൾ കേറിയില്ല എന്ന് കരുതി, നിങ്ങൾ വിശ്വസിച്ചില്ലെന്ന് കരുതി ഞങ്ങൾ പറയുന്ന മണ്ടത്തരമാണെന്ന് പറയരുത്. ഒന്നുകൂടെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, കേറാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ധൈര്യമായി പ്രസംഗിക്കുന്നത്. കിളിവാതിൽ പലതും ഉണ്ടാകും, ആശാരിമാര് പലതും ഉണ്ടാകും. നാലാമത്തെ കാര്യം അറിയണോ നിങ്ങൾക്ക്? ആരാ വാതിലടച്ചേ? പറഞ്ഞ് ആരാ വാതിലടച്ചേ? പെട്ടകം ഉണ്ടാക്കിയത് ആശാരിയാ, അളവ് കൊടുത്തതൊക്കെ പുള്ളിക്കാരനാ, വാതിലുണ്ടാക്കിയത് പുള്ളിയാ, വിജാഗരി പിടിപ്പിച്ചത് ആശാരിയാ, അടയ്ക്കാമോ തുറക്കാമോ നോക്കിയത് ആശാരിയാ. പക്ഷേ ഫൈനൽ അടയ്ക്കാനും തുറക്കാനും അവകാശം ആശാരിക്കില്ല. വേദപുസ്തകം കൃത്യമായി പറഞ്ഞു, യഹോവയായ ദൈവം പെട്ടകത്തിന്റെ വാതിലടച്ചു. ഏതാണ് വാതിലെന്നറിയാമോ നിങ്ങൾക്ക്? വാതിൽ രണ്ട് കാര്യമേ ചെയ്യൂ. ഒന്ന് അടയ്ക്കുക, രണ്ട് തുറക്കുക. അടയ്ക്കാനും തുറക്കാനും അല്ലാതെ നാടുവിടാനൊന്നും വാതിലിന് പറ്റത്തില്ല. യേശുവിന്റെ അവകാശവാദങ്ങൾ 7 ഒരെണ്ണം ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ, ഞാനാണ് വാതിൽ. അടുത്തത് എന്നിലൂടെ കടക്കുന്നവനാണ് രക്ഷപ്പെടുന്നത്. ഈ വാതിൽ ഒന്ന് അടയ്ക്കും, ഒന്ന് തുറക്കുക. രണ്ട് കാര്യമേ ചെയ്യത്തുള്ളൂ. 2000 കൊല്ലമായി ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്, ഈ വാതിൽ തുറന്നു കിടക്കുകയാണ്. വെളുപ്പിൽ ശാലയിലും ഇന്ന് രാത്രി യേശു എന്ന വാതിൽ തുറന്നു കിടക്കുക. അത് യേശു പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. താക്കോൽ എന്തിനാ? വീട് തുറക്കാനാ. അപ്പൊ വാതിലാരാ? ആരാ വലിയവൻ? താക്കോല. നിങ്ങളിപ്പോ വണ്ടിക്ക്, നിങ്ങളുടെ വണ്ടിയാണോ താക്കോലാണോ വലുത്? വണ്ടിയാണോ താക്കോലാണോ വലുത്? വണ്ടിയല്ലേ വലുത്, താക്കോല് ചെറുതല്ലേ. നിങ്ങളുടെ 1 കോടി രൂപയുടെ വീടാണ്, 2500 സ്ക്വയർ ഫീറ്റിന്റെ വീടാണോ വലുത്? ഇത്രയുള്ള താക്കോലാണോ വലുത്? വീടല്ലേ വലുത്. പക്ഷെ മൂല്യം ഏതിനാണെന്നറിയാമോ? താക്കോലിനാ. എന്താ കാര്യം? താക്കോലും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പം പോക്കറ്റിൽ തപ്പി നോക്കുമ്പോൾ താക്കോലില്ല. എന്തോ ചെയ്യാൻ പറ്റും? പട്ടി കുറയ്ക്കത്തില്ല, മുറ്റം നടന്ന് കുറയ്ക്കാന്നല്ലാണ്ട് അകത്ത് കയറാൻ ഒക്കുകയില്ല. 1 കോടി രൂപയുടെ വീടാന്നൊരു താക്കോലേക്ക് തള്ളിക്കൊണ്ടു പോകാനും പോലും പറ്റത്തില്ലെന്ന്. സ്വർഗം വലിപ്പം കൊണ്ട് വലുതാണെങ്കിലും അതിനേക്കാൾ മൂല്യം ക്രിസ്തുവിനാ. അതുകൊണ്ടായ ലേഖനം സ്വർഗത്തേക്കാൾ ഉന്നതനും. ആ താക്കോല ഇന്ന് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുന്നേ. ഞങ്ങൾ കള്ളത്താക്കോലിട്ട് തുറക്കുന്നവരല്ല. അവിടെ ദൈവം, ഇവിടെ ദൈവം, അവിടെ പോയാൽ രക്ഷ, ഇതൊന്നും ഞങ്ങൾ പറയത്തില്ല. ഞങ്ങൾക്ക് അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ അറിയത്തില്ല. ഞങ്ങൾക്ക് ഒറ്റ വചനമേ ഉള്ളൂ, മറ്റൊരുത്തരിലും രക്ഷയില്ല, മറ്റൊരുത്തിയിലും രക്ഷയില്ല, മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊരു സ്ഥലത്തും രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ രക്ഷ പ്രാപിക്കുവാൻ ഒറ്റ താക്കോൽ, ഒറ്റ വാതിൽ, ഒറ്റ വഴി, ഒറ്റ സത്യം, യേശുവല്ലാതെ മറ്റൊരു സത്യമില്ല ലോകത്തിൽ. ആ വാതിൽ തുറന്നത് നിങ്ങൾ കണ്ടോ? വാതിൽ കണ്ടോ? അണ്ട് യേശു ക്രിസ്തു ക്രൂശിൽ കിടക്കും ഒരുത്തം ഒറ്റ കൂത്ത് തുറക്കുക, വിലാപ്പുറക്കൊക്കെ തുറക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചോളേ. ഉയർത്ത ക്രിസ്തു തോമസിനോട് പറയുക, നീ വന്ന് വിരൽ ഇട്ട് നോക്കുക. അപ്പൊ ആ വാതിൽ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അടച്ചിട്ടില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ ദൈവമക്കൾക്കല്ലേ? ഞാൻ വിചാരിക്കുന്നു നാട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ചോദ്യം, യേശുവിന് തന്നെ പിടിക്കാൻ വന്ന മൽക്കോസിന്റെ കാത് വെട്ടി താഴെ ഇട്ടപ്പം പറഞ്ഞു, അത് ഉറയിലിട്. ആ ചെവി എടുത്ത് അറസ്റ്റ് ചെയ്യും മുൻപ്, ചങ്ങല വീഴുന്നതിന് മുൻപ് അത് എടുത്ത് ഒട്ടിച്ച് വെക്കാൻ സെക്കൻഡ് മതിയായിരുന്നു. ശത്രുവിൻ്റെ ചെവി പോലും ഒട്ടിച്ചു വെക്കാൻ അവന് കഴിയും. പക്ഷേ അവൻ കുത്തിയ കുത്ത് 2025 കൊല്ലമായിട്ട് അവൻ അടച്ചിട്ടില്ല. എന്തുകൊണ്ട് അടച്ചിട്ടില്ല? അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണോ? ഉയർക്കാൻ യേശുവിന് കഴിയുമെങ്കിൽ 16 പേരടങ്ങുന്ന കാവൽക്കൂട്ടത്തിന്റെ കല്ലറയുടെ കവാടബന്ധിത മഹാശിലാ പ്രതിബന്ധത്തെയും റോമൻ സാമ്രാജ്യത്തിന്റെ അധികാര പ്രതീകമായ മുദ്രയെയും, കണ്ണിൽ ജാഗ്രത, കയ്യിൽ ആയുധം, റോമൻ പടയാളികളെയും കണക്കിന് ഭേദിച്ച് തോൽപ്പിക്കാമെങ്കിൽ മതങ്ങൾ കെട്ടിപ്പൊക്കിയ മതബന്ധങ്ങളുടെ കടയ്ക്ക് കോടാലി വെച്ച് മൃതശരീരമായ യേശുവിനെ ഉയർക്കാനുള്ള കരുത്തുണ്ടെങ്കിൽ ഈ മുറിവടയ്ക്കാമേലെ അടയ്ക്കത്തില്ല. എന്തുകൊണ്ട് അടയ്ക്കുകയില്ല? ആ മുറിവടച്ചാൽ, ആ വാതിലടച്ചാൽ ഇന്ന് രാത്രി പ്രസംഗങ്ങൾക്ക് നിങ്ങൾക്ക് സ്വർഗത്തിൽ കയറാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സുഹൃത്തേ, ഇന്ന് രാത്രിയിലും അവൻ ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടുകയാണ്. ആ
മുറിവ് അടയ്ക്കാത്തത്, ആ വാതിൽ അടയ്ക്കാത്തത്, ഇന്ന് രാത്രിയിൽ ആ വാതിലിലൂടെ യേശുവിനെ വിശ്വസിച്ചതിലൂടെ